ദിവ്യത്വം ചാർത്തുമ്പോഴേ ആരാധനയാവൂ. ഇത് എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുണ്ട് എന്ന കഴിഞ്ഞില്ല. KNM പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് എന്റെ കയ്യിൽ. ഈ പുസ്തകത്തിൽ പറയുന്നതോ പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് അത് വ്യക്തിയോ മരമോ കല്ലോ കബറോ എന്തായാലും ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ്. ഹനീഫ മൗലവി പഠിച്ചോ ഇതിന്റെ പുസ്തകത്തിൽ നിന്ന്. KNM പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു, ആരാധ്യരാണെന്നോ ദൈവമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കുമ്പോഴാണ് ഒരു പ്രാർത്ഥന ആരാധനയാവുന്നത്. ഇതൊക്കെ ഞാനിവിടെ വിശദീകരിച്ചതാണ്. ചാലിയത്തിന്റെ ആദ്യ പ്രസംഗത്തിൽ ഞാൻ ഈ കാര്യം വിശദീകരിച്ചതാണ്. പക്ഷെ ഈ സാധുവിന് വല്ല കഥയുണ്ടോ? സ്കൂളിൽ നിന്ന് ആ കുട്ടികളുടെ പുസ്തകം വെച്ചുകൊണ്ട് ആഫീസിലെ ഷീട്ടും വാങ്ങി ഇങ്ങോട്ട് വീശി പോരുമ്പോ ഇതൊക്കെ ഒന്ന് പ്രസംഗിച്ചതൊക്കെ ഒന്ന് കേട്ടിട്ട് വന്നാ മതിയായിരുന്നു. ഞാൻ എന്റെ ആദ്യ പ്രസംഗത്തിൽ പ്രസംഗിച്ച വിഷയങ്ങളാണ് ഇതൊക്കെ സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ മുജാഹിദ് പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ റസൂലുള്ളാഹിനെ വിളിക്കുന്നത്, മമ്പുറത്തെ തങ്ങളെ വിളിക്കുന്നത്, നൂറുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത് അവർക്ക് ദിവ്യത്വം ചാർത്തിക്കൊണ്ടല്ല, അവർ ദൈവമാണെന്ന് കരുതിക്കൊണ്ടല്ല, ആരാധ്യനാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല. ദിവ്യത്വം ചാർത്തുമ്പോ ആരാധ്യനാണെന്ന് വിശ്വസിക്കുമ്പോ ദൈവമാണെന്ന് വിശ്വസിക്കുമ്പോഴാണ് അത് ആരാധനയാകുക. മുജാഹിദിന്റെ പുസ്തകമാണ് പറയുന്നത്. അപ്പൊ ഈ ജാതി പെരും വിഡ്ഢിത്തം വലിയ കുളത്തില് ഇറങ്ങാൻ നിൽക്കണ്ട, അതിന് ആപ്പതിച്ചു പോകും. ഇപ്പൊ പെട്ടിരിക്കുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. വെല്ലുവിളിക്കുമ്പോഴും ചോദിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ച് വെല്ലുവിളിച്ചാൽ മതി. മടവൂർ ഗ്രൂപ്പിൽ ശരിയാക്കിയല്ലത്, പുറത്തുള്ളത് സുന്നിപക്ഷാണ് എന്നുള്ള ഓർമ്മ വേണം എന്നേ എനിക്ക് പറയാനുള്ളൂ സഹോദരന്മാരെ. പിന്നെ ഇയാൾ പറഞ്ഞു തഫ്സീർ ഇബ്നു കസീറിലെ ഒരു ഉദ്ധരണി, വലൗ അന്നഹും യളമു അൻഫുസഹും എന്ന് പറയുന്ന ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു, അള്ളാന്റെ റസൂലിനോട് റെക്കമെൻഡ് തേടാൻ വേണ്ടി പോകണം. അത് ഈ ആയത്തിനനുസരിച്ച് അത് ശിർക്കല്ല, തൗഹീദ് തന്നെയാണ്. അല്ലാഹു തആല ഈ ആയത്തിലൂടെ നിർദ്ദേശിക്കുന്നത് അതാണ് എന്ന് തഫ്സീർ ഇബ്നു കസീറിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. എന്റെ ക്ലിപ്പ് ഇട്ടുകൊണ്ട് പച്ച നുണ പറയുന്നത് ഒന്ന് കേൾക്ക്. പറയട്ടെ. വലൗ അന്നഹും യളമു അൻഫുസഹും എന്ന് ഖുർആനില്ലേ? അന്ന് പറഞ്ഞാൽ ആ നബിയോട് നമ്മൾ ദോഷം ചെയ്താൽ തേടണം എന്നല്ലേ എന്നാണ് സക്കാഫി പറയുന്നത്. കേട്ടോളൂ നിങ്ങൾ. സൂറത്തുൻ നിസായിലെ വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന വിശുദ്ധ ഖുർആനിക സൂക്തവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ ആരംഭ റസൂലിന്റെ അരികിൽ നമ്മളുടെ ദോഷം അള്ളാഹു പുറത്തു തരാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യണം, അതിനുവേണ്ടി പോകണം എന്ന വിഷയമേ. ആരംഭ റസൂലിന്റെ അരികിൽ നമ്മളുടെ ദോഷം അള്ളാഹു പുറത്തു തരാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യണം, അതിനുവേണ്ടി പോകണം എന്ന വിഷയം നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. അതിന് ഈ ആയത്തുകളെ തെളിവാക്കിയതുമാണ്. അങ്ങനെ കഴിഞ്ഞ തവണ അയാളുടെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു എന്ന് ഒന്നാമത് തവണ ഇയാൾ വന്നപ്പോ പറഞ്ഞിരുന്നു, ഇത് മുനാഫിക്കുകളെ കുറിച്ചാണ്, ദോഷികളായ ആളുകളൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അയാളുടെ വാക്ക് ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു, തഫ്സീർ ഇബ്നു കസീർ മറിച്ചോ മൗലവി, വിവരമില്ലെങ്കിൽ വായിച്ചോ, അറബി അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചോ. ഇതിനെന്താ യുർശിദു തആല അൽ ഉസാത വൽ മുദ്നിബീന. കണ്ടോ, ദോഷം ചെയ്ത ആളുകൾ, തെറ്റ് ചെയ്തിട്ടുള്ള ആളുകളോട് അല്ലാഹു ഈ ആയത്തിലൂടെ നിർദ്ദേശിക്കുന്നത് എന്താണ്? ഇദാ വഖഅ മിൻഹുൽ ഖതബു വൽ ഉസ്യാനു അൻ യഅ്തു ഇല റസൂൽ, ആരംഭ റസൂലിന്റെ അരികിൽ ചെല്ലണം. എന്നിട്ട് റസൂലുള്ളാഹി അല്ലാഹു പുറത്തു തരാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങളോട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടണം എന്ന് തഫ്സീർ ഇബ്നു കസീർ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന കാര്യം എന്റെ പ്രസംഗത്തിൽ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് അതിനൊരു മറുപടിയും പറഞ്ഞില്ല എന്നാ. മറുപടി പറയേണ്ട ആവശ്യമില്ല ഇതിന്. കാരണം അത് കേൾക്കുന്ന സാമാന്യ മുസ്ലിം ജനങ്ങൾക്കറിയാം ഈ മുസ്ലിയാർ പറഞ്ഞത് പച്ച നുണയാണ്. മറുപടി പറഞ്ഞിട്ടില്ല എന്ന് മൂപ്പര് സമ്മതിച്ചു. മറുപടി പറഞ്ഞിട്ടില്ല, എന്തേ പറയേണ്ടതില്ല, അതന്നെ കണ്ടോ. അപ്പൊ മറുപടി പറഞ്ഞിട്ടില്ല ഉറപ്പന്നെ. ഇനി എന്തുകൊണ്ടാ പറയാത്തത് മൂപ്പരെന്നെ വിശദീകരിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. ആവശ്യമില്ല ഇതിന്. കാരണം അത് കേൾക്കുന്ന സാമാന്യ മുസ്ലിം ജനങ്ങൾക്കറിയാം ഈ മുസ്ലിയാർ പറഞ്ഞത് പച്ച നുണയാണ്. ഈ മുസ്ലിയാർ പറഞ്ഞത് ഭീമാബദ്ധമാണ്. കാരണം എന്താ, മദ്രസകളിൽ പഠിച്ച ആളുകളല്ലേ നമ്മളെല്ലാവരും. നമ്മളുടെ അരികിൽ ഒരു തെറ്റ് വന്നു, ഞാന് ഒരു തെറ്റ് ചെയ്തു, മദ്യപിച്ചു എന്ന് വിചാരിക്കും ഒരു മുസ്ലിം.
ഓൻ തോന്നി അത് തെറ്റാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്. എന്താ ചെയ്യേണ്ടത്? തൗബ ചെയ്യണം. എന്താ തൗബയുടെ മര്യാദ? പടച്ചവനോട് പറയണം, പടച്ചവനെ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. പിന്നെയോ ആ തെറ്റിൽ ഉറച്ചു നിൽക്കരുത്, അതിൽ നിന്ന് പിൻവാങ്ങണം. ഇതൊക്കെയല്ലേ തൗബയുടെ മര്യാദ. മുസ്ലിയാർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ എന്ത് വേണം? അതിന്റെ കൂടെ റസൂലേ ഞാനിങ്ങനെ ഞാൻ മദ്യപിച്ചു പോയി, അതുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങ് അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി പൊറുക്കൽ തേടണം എന്ന് ജാഊക, റസൂലിന്റെ അരികിൽ ചെന്ന് പറയണം. എന്നാലേ പാപം പൊറുക്കൂ. ഇത് ഇസ്ലാമാ? ഇത് മറുപടി പറയേണ്ട കാര്യമാണോ? ഇത് എല്ലാവർക്കും അറിയുന്നതാണ്, ഇസ്ലാമല്ല. എന്താ മൂപ്പര ഇസ്ലാമിന്റെ വിശദീകരണം? ഞാൻ പറഞ്ഞത് പച്ച നുണയാണ്, അബദ്ധമാണ് എന്നാ പറഞ്ഞത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, കിതാബ് നോക്കിയെങ്കിലല്ലേ അത് നുണയാണോ അത് അബദ്ധമാണോ എന്ന് അറിയുള്ളൂ. ഇത് ഈ കിതാബിൽ ഉണ്ടോ ഇല്ലേന്ന് നോക്കണ്ടേ? ഇത് നുണയല്ല മൗലവി. കിതാബ് എടുത്ത് പരിശോധിച്ചാൽ കാണാം. തഫ്സീർ ഇബ്നു കസീറിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. യുർഷിദു തആല അൽ ഉസാത വൽ മുദ്നിബീന ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ ഉസ്യാൻ അൻ യഅതു ഇല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും. എന്താ പറഞ്ഞത്? തെറ്റും കുറ്റവും ചെയ്ത ആളുകൾ അവർ റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ ചെന്നുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളോട് അവർ അള്ളാഹു പൊറുത്തു തരാൻ വേണ്ടി റസൂലുള്ളാഹിനോട് റെക്കമെൻഡ് ചെയ്യണം. ഇതാണ് ഈ ആയത്തിന്റെ ആശയമെന്ന് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നതായി തഫ്സീർ ഇബ്നു കസീർ പറയുന്നു. ഇത് അബദ്ധമല്ല, ഇത് നുണയല്ല മൗലവി, നീ പറഞ്ഞതാണ് പച്ച നുണ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ തഫ്സീർ കിതാബ് എടുത്തുകൊണ്ടാ പറയുന്നത്. ഇത് നുണയാണ് എന്നാണ് പറഞ്ഞാൽ മതിയോ? മുന്നിലിരിക്കുന്ന മുജാഹിദുകൾക്ക് നുണയാണ്, എന്നാ ശരി അത് നുണയാണ്. അപ്പൊ അതിന്റെ മറുപടി അങ്ങനെയാണ് പറയേണ്ടതില്ലേ? എന്ത്? അത് നുണയാണ് എന്നാ പറയേണ്ടത്. ആയിക്കോട്ടെ, അത് ഞങ്ങൾ ഏറ്റു, എന്നാ അത് നുണയാണ്. അങ്ങനെ പറഞ്ഞത് കൊണ്ടായില്ല, കിതാബ് എടുത്തു നോക്കണം. ഇതിൽ പറയുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ അരികിൽ ചെന്നുകൊണ്ട് റെക്കമെൻഡ് തേടണം എന്നാ അതിൽ പറയുന്നത്. അപ്പൊ മൂപ്പരെ ചോദ്യം എന്താ? ഹലാക്കിലെ ചോദ്യം, ആനത്തലയോളം വലിപ്പമുള്ള ചോദ്യം എന്താണെന്നറിയോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു മുസ്ലിമിന്റെ കുറ്റം സംഭവിച്ചു. കുറ്റം സംഭവിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്റെക്ക് ഒരു അബദ്ധം സംഭവിച്ചു, ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, അള്ളാഹിനോട് മാപ്പിരക്കാൻ ആവശ്യപ്പെടുക, തെറ്റിൽ നിന്ന് ഞാൻ മുക്തരാവുകയും ചെയ്യുക, ഇതല്ലേ ചെയ്യേണ്ടത്? തെറ്റ് ചെയ്തവരൊക്കെ റസൂലിന്റെ അരികിലേക്ക് പോയെങ്കിലേ അവർക്ക് തോപ കിട്ടുകയുള്ളൂ എന്ന് ആരാ പഠിപ്പിച്ചത്? ചോദ്യം കേൾക്കുമ്പോ ഭയങ്കര തോന്നിപ്പോ. സഹോദരന്മാരെ, എന്ത് വിഡ്ഢിത്ത ഇയാള് പറയുന്നത്? നമ്മൾ വല്ലവരും പറഞ്ഞോ ഒരു തെറ്റ് ചെയ്ത ആളുകളുടെ ആ ദോഷം പൊറുക്കണമെങ്കിൽ അവൻ നിർബന്ധമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് പോയെങ്കിലേ അവന്റെ തെറ്റ് പൊറുക്കുകയുള്ളൂ. അവിടെ പോകൽ നിർബന്ധമാണ്, തൗബക്കുള്ള ഒരു ഫർളാണ്, ഒരു റുക്നാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഈ ചോദ്യം അവിടെ പ്രസക്താവുള്ളൂ. ഇത് ഇയാളുടെ തലയിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചോദിക്കല്ലേ. നമ്മൾ പറയുന്നത് എന്താ? തെറ്റു ചെയ്ത ആളുകൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ചെന്നുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്, നബിയേ എന്റെ ദോഷം അല്ലാഹു പൊറുത്തു തരാൻ വേണ്ടി തങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണേ നബിയേ എന്ന് ആവശ്യപ്പെട്ടാൽ ലവജതുല്ലാഹ തൗവാബർ റഹീമാ, അല്ലാഹു പൊറുത്തു കൊടുക്കും. ഇതാ നമ്മൾ പറയണത്. ഏത് തെറ്റ് ചെയ്ത ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കണമെങ്കിൽ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയെങ്കിലേ പുറത്തു കൊടുക്കൂ, അത് നിർബന്ധമാണ് എന്ന് സുന്നികൾക്ക് വാദമുണ്ടോ? എവിടുന്ന ഇയാൾ എഴുന്നേറ്റ് വരുന്നത്? അങ്ങനെ വാദം ഉണ്ടെങ്കിലല്ലേ കേരളക്കാരെ, ജനങ്ങളെ, നമ്മൾ തെറ്റ് ചെയ്താൽ നേരെ റസൂലിന്റെ അടുത്ത് പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യം തന്നെ പ്രസക്താവുള്ളൂ. നമ്മളെ ചർച്ച അതല്ല. ഒരാളങ്ങനെ പോയി, എന്റെ കയ്യിൽ കാശുണ്ട്, ഞാൻ ടിക്കറ്റ് എടുത്ത് പോയി, എന്നിട്ട് റസൂലിനോട് ഞാൻ റെക്കമെൻഡ് തേടി. ഇങ്ങനെ ചെയ്താൽ അവൻ കാഫിറാണോ, അവൻ മുശ്രിക്കാണോ, അതല്ല മുസ്ലിമാണോ? ഇതാ നമ്മുടെ ചർച്ച. അതിങ്ങോട്ട് പറയേ, എന്നിട്ട് പറയാ തെറ്റ് ചെയ്തോളൊക്കെ അങ്ങോട്ട് പോണെന്നാ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കിത് തിരിയില്ല, നിങ്ങൾക്കറിയാം. ഇബാറത്ത് വായിച്ച് ഹല്ല് ചെയ്യാൻ നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് ആ സ്കൂൾ പാഠപുസ്തകത്തിലുള്ള ആ വിഷയങ്ങൾ ഇങ്ങനെ പറയാൻ കഴിയുന്നല്ലാതെ കിതാബുകളുടെ ഇബാറത്ത് ഹല്ല് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് സറന്ദീപ് മൗലദി വിശദീകരിക്കാൻ പോകുന്നുണ്ട്. അയിനുറ്റ അറബിയും അതുപോലെ തന്നെ മീമുറ്റ അഹമ്മദും ഞാൻ പറയാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരാം. മഹാവിഡിത്തമാണ് ആ മൗലവി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അയാളുടെ ചോദ്യം തന്നെ അപ്രസക്തമാണ്. ദോഷം പൊറുക്കണമെങ്കിൽ റസൂലിന്റെ അരികിൽ പോകൽ നിർബന്ധമാണ് എന്ന വാദമുണ്ടെങ്കിലേ
ആ ചോദ്യം പ്രസക്താവുള്ളൂ. നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. തെറ്റു ചെയ്ത ആളുകൾ റെക്കമെൻഡിന് വേണ്ടി റസൂലിനെ സമീപിച്ച് ചോദിച്ചാൽ അതുകൊണ്ട് അവൻ മുശ്രിക്കാവൂല, കാഫിറാവൂല, നരകത്തിലേക്ക് പോകൂല. ഇതിനെ കുറിച്ച് വല്ലതും പറയാണ്ടെങ്കിൽ അതിങ്ങോട്ട് പറയട്ടെ. ഇതല്ലാതെ ജനങ്ങളെ വട്ടം കറക്കിയിട്ട് ജനങ്ങളെ വിഡ്ഢിയാക്കിയത് കൊണ്ട് ഒരു കാര്യമില്ല എന്നേ നമുക്ക് പറയാനുള്ളൂ. അതയാൾ ഇത് സംബന്ധമായിട്ട് പറയുന്നത് ഒന്നുകൂടി നിങ്ങൾ കേൾക്ക്. അത് വലിയൊരു സംഗതിയായിട്ട് വലിയ കിട്ടിയ ഒരു ചോദ്യം എന്ന നിലയ്ക്ക് അയാൾ പറയുകയാണ്. എല്ലാ ദോഷവും പൊറുക്കപ്പെടണമെങ്കിൽ റസൂലിന്റെ അരികിൽ പോകണമെന്ന് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ടോ? എല്ലാ കാലത്തുള്ള ദോഷികൾക്ക് ഇപ്രകാരം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കേട്ടോളൂ നിങ്ങൾ അയാൾ പറയുന്നത്. ദോഷം ചെയ്യുന്നവൻ ഇന്നും ദോഷിയാണ്. അതുകൊണ്ട് ഇന്ന് അവന്റെ ദോഷം പൊറുക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? അവൻ അന്ന് ചെയ്തതുപോലെ റസൂലിന്റെ അരികിലേക്ക് ചെല്ലണം. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമാണോ ഇത്? ഇവൻ ഇബ്നു കസീർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇബ്നു കസീർ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് യുർശിദുല്ലാഹു തആല അൽ-ഉസാത വൽ-മുൽദീന ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ-ഇസ്യാൻ. ആ ദോഷികളെ, ആ തെറ്റ് ചെയ്ത ആളുകളെ അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്ത്? അവർ റസൂലിന്റെ അരികിൽ ചെല്ലണം. അല്ലാതെ എല്ലാ കാലത്തുമുള്ള ദോഷികൾക്ക് ഇത് ബാധകമാണെന്ന്, എല്ലാ കാലത്തുമുള്ള ദോഷികൾ ഇത് ചെയ്യണമെന്ന് എവിടെയും ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് അത് ഇവരുടെ ദുർവ്യാഖ്യാനം മാത്രമാണ്. ആ പറഞ്ഞതാണ് ദുർവ്യാഖ്യാനം. കാരണം എന്തുകൊണ്ട്? ഹാഫിദ് ഇബ്നു കസീർ പറഞ്ഞ ഇബാറത്തിന്റെ അർത്ഥം അയാൾക്ക് അറിയില്ല. ഹാഫിദ് ഇബ്നു കസീർ പറഞ്ഞത് എന്താണ് സഹോദരന്മാരെ? 8ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന പണ്ഡിതനാണ് ഇബ്നു കസീർ. അന്ന് റസൂലിന്റെ കാലത്ത് തെറ്റ് ചെയ്ത ആളുകൾ റസൂലിന്റെ അരികിൽ പോയിരുന്നു എന്നല്ല പറഞ്ഞത്. പിന്നെന്താ? ഇബാറത്ത് വായിച്ച അർത്ഥം ഒക്കെ അറിയണ്ടേ? യുർഷിദു തആല, അല്ലാഹു നിർദ്ദേശിക്കുകയാണ്. ആരോട്? അൽ ഉസാത വൽ മുദ്രിബീന, എല്ലാ ദോഷികളോടും, വൽ മുദ്രിബീന, കുറ്റം ചെയ്ത എല്ലാ ആളുകളോടും. ആ അലിഫ് ലാം എന്താണ് എന്ന് സ്കൂൾ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. പള്ളി ദർസിൽ പോയി ഒന്ന് പഠിച്ചു നോക്കുക, അപ്പൊ അറിയാം എന്താണ് അതിന്റെ അർത്ഥം. അത് അറിയാത്ത കുഴപ്പമാണ്. അത് ആഫീസിൽ നിന്ന് കിട്ടുന്ന ഷീറ്റിൽ ഉണ്ടാവില്ല. അത് പഠിക്കണം. എന്നിട്ട് പറയുന്നത് എന്താ? കുറ്റവാളികളോട് നിർദ്ദേശിക്കുന്നു, ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ ഉസ്യാൻ, അവരിൽ നിന്ന് എപ്പോൾ തെറ്റുകൾ, കുറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ അപ്പോഴൊക്കെയും ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ ഉസ്യാൻ. ഹനീഫ, അറബി അറിയില്ലെങ്കിൽ പഠിച്ചോ മൗലവി, പഠിച്ചോ. ഇതിന്റെയൊക്കെ ഇതിന്റെ അർത്ഥം എന്താന്ന് പഠിച്ചോ. യുർഷിദുവിന്റെ അർത്ഥം എന്താന്ന് പഠിച്ചോ. എന്താ എന്നിട്ട് പറയുന്നത്? മഹാനായ ഇബ്നു കസീർ പറയുന്നു, അൻ യഅ്തു, അവർ പോവണം എന്ന. മുമ്പ് പോയിരുന്നു എന്നുള്ള കഥല്ല. അവർ പോവണം. അപ്പൊ തെറ്റ് എപ്പോൾ സംഭവിക്കുവോ അപ്പോഴൊക്കെ അവർ പോവണം. കണ്ടോ? അവർക്ക് പോവാം റസൂലിന്റെ അരികിൽ. എന്നിട്ട് ഇബ്നു കസീർ പറയുന്നു, ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, റസൂലിന്റെ അരികിൽ വെച്ച് അല്ലാഹുവോട് പൊറുക്കലിനെ തേടുക. വയസ്അലൂഹു, റസൂലിനോട് അവർ ചോദിക്കുകയും വേണം. യസ്അലു മുളാരിയ മുസ്തഖ്ബില, സഅലാനല്ല, മുമ്പ് ചോദിച്ച കഥയല്ല, ഇനി ചോദിക്കണം എന്നായി പറയുന്നത്. എന്ത് ഇയാൾക്ക് എന്ത് മുളാരി, എന്ത് മുസ്തഖ്ബിൽ? അത് തിരിയെങ്കിൽ ഇയാൾ മുജാഹിദ് ആവൂലല്ലോ. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം. എന്ത്? അൻ യസ്തഗ്ഫിറ ലഹും, അള്ളാന്റെ റസൂല് അവർക്ക് പുറത്ത് കൊടുക്കലിന്, തേടലിനെ ആവശ്യപ്പെടണം. ഇങ്ങനെ ചെയ്താൽ അള്ളാഹു അവർക്ക് ദോഷം പുറത്തു കൊടുക്കും. നോക്കൂ നിങ്ങൾ, ഇബ്നു കസീർ ഇത് പറഞ്ഞിട്ടുണ്ട്. അത് തിരിയണമെന്നേ ഉള്ളൂ. അത് മാത്രല്ല, എന്നിട്ട് ഇബ്നു കസീർ പറയുന്നത്, റസൂലുള്ള വഫാത്തായതിനു ശേഷം റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ തന്റെ ദോഷം പൊറുക്കാൻ വേണ്ടി ചെന്ന ഒരു ഗ്രാമീണനായ മനുഷ്യന്റെ സംഭവവും കൂടി ഇബ്നു കസീർ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ പറയുന്നുണ്ട്. എന്തിനാ അത് പറയുന്നത്? റസൂലിന്റെ കാലത്തേക്ക് മാത്രമുള്ളതാണെങ്കിൽ റസൂല് വഫാത്തായതിനു ശേഷം റസൂലിന്റെ ഖബറിൽ ചെന്നുകൊണ്ട്, നബിയേ വഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ ലിദംബി മുസ്തശ്ഫിയൻ ബിക ഇലാ റബ്ബി, നബിയെ, വഫാത്തായ നബിയെ വിളിച്ചുകൊണ്ടാ പറയുന്നത്, നബിയെ അങ്ങയെ കൊണ്ട് ഞാനിതാ ശഫാഅത്ത് തേടുന്നു, റെക്കമെൻഡ് തേടിക്കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് ആ ഗ്രാമീണനായ മനുഷ്യൻ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ച്, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അർളുമുഹു ഫതാബ മിൻ ത്വീബിഹിൻ നൽ ഖാഉ വല്ലകമു നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു فيه العفاف وفيه
ഹിൽ ജൂദു വൽ കറമൂ എന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിച്ച സംഭവവും കൂടി ഈ തഫ്സീർ ഇബ്നു കസീറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പായി, ഇത് ജീവിതകാലത്തേക്ക് മാത്രമല്ല റസൂലുള്ള വഫാത്തായതിനു ശേഷവും ഇത് അനുവദനീയമാണ് എന്നതിന് രേഖയാണ് ഈ ഉദ്ധരിക്കുന്നത്. അപ്പൊ തഫ്സീറുൽ ഇബ്നു കസീറിൽ ഞാൻ പറഞ്ഞത് കളവാണ് എന്ന് നുണ പറഞ്ഞാ പോരാ, ഞാൻ പറഞ്ഞതാണ് തഫ്സീർ ഇബ്നു കസീറിൽ ഉള്ളത്, മൗലവി പറഞ്ഞത് തനി അസംബന്ധമാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. പിന്നെ ഇസ്തിഗാസക്ക് തെളിവായി ഞാൻ പറഞ്ഞിരുന്നു, യാ മുഹമ്മദ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടി. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ സഹായിക്കണമേ എന്ന് സഹായം തേടി. അതിനെക്കുറിച്ച് മൂപ്പര് പറഞ്ഞത് എന്താ? ഇയാൾക്ക് ഒരു ദുസ്വഭാവം ഉണ്ട്. എന്താണെന്നറിയോ? വാദപ്രതിവാദങ്ങളിലൊക്കെ കാണാം, ഇസ്തിഗാസക്കുള്ള ഏത് തെളിവാണ് പറഞ്ഞോ, ഏത് തെളിവ് പറഞ്ഞാലും മൂപ്പര് പറയും അതിൽ ഇസ്തിഗാസ ഇല്ല. കഴിഞ്ഞു. ഏത് തെളിവ് പറഞ്ഞാലും അതിൽ ഇസ്തിഗാസ ഇല്ല. ഇപ്പൊ 2-3 സംവാദം കഴിഞ്ഞു അതിലൊക്കെ. അപ്പൊ എന്താ മൂപ്പര് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ, ഈ പദം ഇങ്ങനെ അതിൽ വാടുന്ന ഈ മഹാസാധു കരുതിയിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അയാൾ പറയുന്നതൊന്ന് കേട്ടോളൂ. ഒരു പണ്ഡിതനും ഇത് ഇസ്തിഗാസയാണെന്ന് പറഞ്ഞിട്ടില്ല. അയാൾ പറയട്ടെ, കേട്ടോളൂ. പിന്നെ ഈ വിഷയത്തിൽ പറഞ്ഞ വേറൊരു തെളിവെന്തായിരുന്നു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് വച്ചിയപ്പോ എന്ത് പറഞ്ഞു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ യാ മുഹമ്മദ് എന്ന് പറഞ്ഞു. ഇസ്തിഗാസയാണോ? ഇസ്തിഗാസയാണോ? അല്ല. പിന്നെന്താ? അത് ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായമാണ്. അല്ലാതെ ഇത് പറഞ്ഞ ഒരു പണ്ഡിതനും ഇത് ഇസ്തിഗാസയാന്ന് പറഞ്ഞിട്ടില്ല. കേട്ടില്ലേ നിങ്ങൾ? ഇത് ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായമാണ്. അത് ശരി. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടി വ്യക്തമായി, ഒരു നാട്ടുകാർ ഒന്നാകെ ഈ സമ്പ്രദായം നടപ്പിലാക്കുന്നവരാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നവരാണ് എന്ന് അപ്പൊ കൂടുതൽ മനസ്സിലായത്. ഒന്ന്. വേറൊന്നാള് പറഞ്ഞ എന്താ? ഒരു പണ്ഡിതനും അത് ഇസ്തിഗാസയാണെന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ സ്ഥിരം മേറ്ററാണ്. പണ്ഡിതൻ പറഞ്ഞോന്ന് നോക്കണേ, കിതാബ് നോക്കണ്ടേ? അത് പരിപാടിയില്ലല്ലോ, ആഫീസിലെ സീറ്റല്ലേ ഇവര് നോക്കുള്ളൂ. പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ കിതാബ് നോക്കണം. കിതാബ് നോക്കിയാൽ അത് കാണാ. ദാ കിതാബ് നോക്കി ഞാൻ. അപ്പൊ കിതാബിലുണ്ട്, കിതാബ് ശറഹു ശിഫാ. ഇതിൽ പറയുന്നു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാല് കോച്ചി വലിഞ്ഞപ്പോൾ മഹാനവറുകൾ വിളിച്ചു, ഫസാഹ യാ മുഹമ്മദാ എന്ന് വിളിച്ചപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു, വകഅന്നഹു റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഖസദ ബിഹി, ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇദ്ഹാറൽ മഹബ്ബത്തി ഫീ ളിംനിൽ ഇസ്തിഗാസതി, ഇസ്തിഗാസ ചെയ്യുന്നതിലൂടെ ആരംഭ റസൂലിനോടുള്ള മഹബ്ബത്ത് വ്യക്തമാക്കലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ചെയ്തത് ഇസ്തിഗാസ തന്നെയാണ്. ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്നാ മൂപ്പര്. അപ്പൊ എന്താ ഷീട്ടിൽ അങ്ങനെയുള്ളൂ, ഷീട്ടിൽ അത്രേ ഉള്ളൂ. കിതാബ് നോക്കിയെങ്കിലല്ലേ ഇത് തിരിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ശുദ്ധ കളവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയോ നിങ്ങൾ? അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്നതാണ്. അത് അള്ളാന്റെ റസൂല് മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന്റെ മറുപടിയിലാണ് ഞാനത് പറഞ്ഞത്. അതിനെക്കുറിച്ച് അയാൾ പറയുന്നത് എന്താണ്? അതിൽ ഇസ്തിഗാസ ഇല്ല. സാധാരണ പരിപാടി, അതിൽ ഇസ്തിഗാസ ഇല്ല. കേട്ടോളൂ, അയാൾ പറയട്ടെ. നടത്തിയിട്ടുണ്ട്. എന്താ മറുപടി? അഊദു ബികലിമാത്തില്ല, അഊദു ബികലിമാത്തില്ല എന്ന് പറഞ്ഞതാണ് ഇസ്തിഗാസക്ക് തെളിവ്. ആ ഇസ്തിആദത്താണ് ഇസ്തിഗാസ എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ ലോകത്ത് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇത് ഇസ്തിഗാസക്ക് തെളിവാക്കിയോ? സൃഷ്ടികളോട് ഇസ്തിഗാസ നടത്താമെന്നതിന്, ഇസ്തിആദത്ത് നടത്താമെന്നതിനോ ഇസ്തിഗാസ നടത്താമെന്നതിനോ ലോകത്ത് ഏതെങ്കിലും പണ്ഡിതന്മാര് തെളിവാക്കിയോ? തെളിവാക്കിയില്ലെന്ന് മാത്രമല്ല, സൃഷ്ടികളോട് പാടില്ല എന്നതിനാണ് ഇത് തെളിവാക്കിയത്. സൃഷ്ടികളോട് പാടില്ല. എന്ത് പാടില്ല? ഇസ്തിആദത്ത് പാടില്ല. എന്താണ്? ഇമാം ഇബ്നു അബ്ദുൽ ബർ തന്റെ ഹിജ്റ 463 മരണപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം തന്റെ അൽ-ഇസ്തിസ്കാറിൽ രേഖപ്പെടുത്തുന്നു, വഫീഹി ദലീലുൻ അലാ അന്ന കലിമാത്തില്ലാഹി ഗൈറു മഖ്ലൂഖ ലിഅന്നഹു ലാ യുസ്തആദു ബിമഖ്ലൂഖിൻ, ലാ യുസ്തആദു ബിമഖ്ലൂഖിൻ. ഒരു സൃഷ്ടിയോട്, മഖ്ലൂഖിനോട് ഇസ്തിആദത്ത് നടത്താൻ പാടില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചിരുന്നു. അപ്പൊ മൂപ്പരെ ചോദ്യം, മഖ്ലൂഖ് എന്ന് പറഞ്ഞാൽ മഹാന്മാരാണോ? അത് അങ്ങനെയാണെങ്കിൽ പറയണം. അപ്പൊ ബാക്കി ഞാൻ പിന്നെ പറയാം. പിന്നെ മഖ്ലൂക്കുകളല്ലേ മഹാന്മാര്? സക്കരിയ സലാഹി കഴിഞ്ഞ പ്രസംഗത്തിൽ തന്നെ ചോദിച്ചല്ലോ. എന്നിട്ടെന്താ മറുപടി അറിയുന്നത്? അത് പിന്നെ പറയാം.
പറയാമെന്ന് നിങ്ങൾ പറയുകയല്ലാതെ ഇലാ യൗമിൽ ഖിയാമ ഒരു സഖാഫിയെ കൊണ്ടും പറയാൻ കഴിയില്ല. ഇത് ഇസ്തിഗാസക്ക് തെളിവായി ഏതെങ്കിലും പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് ഖിയാമനാൾ വരെ പറയാൻ കഴിയില്ല. മൂപ്പരെന്നെ പറഞ്ഞങ്ങനെ പോവാ. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രസംഗത്തിൽ. അത് CD നോക്കിയാൽ കാണാം. അത് മൂപ്പര് കേൾക്കൂലല്ലോ. അത് കേട്ടാൽ തന്നെ കേട്ടിട്ടില്ല. എന്നിട്ട് പറയാം ഇലോ യൗമിൽ ഖിയാമ കേൾക്കാൻ കഴിയില്ല, ചാലിയമ്പുഴയിലേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് തള്ളണം എന്നൊക്കെ പറയാം. അപ്പൊ ഈ മുന്നിലിരിക്കുന്ന ആളുകൾ കരുതുന്നു അത് ശരി എന്നെ ഇക്കാർ എന്ന് കരുതി ഒരു നല്ല സന്തോഷത്തിലാണ്. ചില ആളുകൾ മുന്നിലിരിക്കുമ്പോൾ വലിയ പ്രധാനപ്പെട്ട കൂടുതൽ ശബ്ദത്തിൽ പറയുമ്പോൾ ആ ചോദ്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് വലിയൊരു സംഗതിയാണെന്ന് കരുതിയിട്ട് മുന്നിലിരിക്കണം. മുജാഹിദ് CD നോക്കിയപ്പോൾ ഞാൻ കണ്ടതാണ്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, എന്ത് വിഡ്ഢിത്താണ് ഇയാൾ ഈ പറഞ്ഞത് എന്നറിയോ? ഞാൻ പറയാ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി എന്നത് ഇസ്തിആദത്താണ്, ഇസ്തിഗാസ അല്ല. അതാ ഒന്നാമത് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത് ഇയാൾക്ക് ഇസ്തിഗാസ എന്താണെന്ന് തിരിയില്ല. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ മഹാൽമാക്കൾ, നമ്മളിപ്പോ ചർച്ചയിലിരിക്കുന്നത് പറയാണ്, തർക്കത്തിലിരിക്കുന്നത്, ആ മഹാൽമാക്കളോട് സഹായം ചോദിക്കുക. സഹായം എന്ത് സഹായം ചോദിച്ചാലും അത് ഇസ്തിഗാസയാണ്. എനിക്ക് ഭക്ഷണം വേണമെന്ന് ചോദിച്ചു, എന്നാ അത് ഇസ്തിഗാസയാണ്. വെള്ളം വേണമെന്ന് ചോദിച്ചു, അതും ഇസ്തിഗാസ. അപ്പൊ ഓല് പറഞ്ഞത് എന്തേക്കാരം? എനിക്ക് വെള്ളം വേണമേന്നാ. ഇത് സഹായം ചോദിക്കലാണ്. അതിനെവിടെ ഇസ്തിഗാസ? അത് വെള്ളം ചോദിക്കലല്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞു, അത് ഇസ്തിഗാസയാണ്. അതിലെവിടെ ഇസ്തിഗാസ? അതിൽ ഭക്ഷണം വേണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നത് അർത്ഥമില്ല. അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു എന്നെ കാക്കണമേ എന്ന് പറഞ്ഞു, അത് ഇസ്തിഗാസ അല്ലല്ലോ, അത് കാക്കണമെന്നല്ലേ ഉള്ളത്. അതൊക്കെ വിഡ്ഢിത്താണ്, കഥയില്ലാത്തതുകൊണ്ടാണ്. അതാ ഞാൻ പറയുന്നത്, എന്തൊരു സഹായമായാലും ഏത് നിലക്കുള്ള ഒരു ഹെൽപ്പാണെങ്കിലും ശരി മഹാൽമാക്കളോട് ചോദിക്കുന്നതിനാണ് ഇസ്തിഗാസ എന്ന് സാധാരണഗതിയിൽ പറയുന്നത്. അത് ചിലപ്പോ കാവൽ ചോദിക്കുക എന്ന അർത്ഥത്തിലാകാം, നേർക്ക് നേരെ ചോദിക്കലാകാം, വിനയത്തോടെ ചോദിക്കലാകാം, ഭക്ഷണം ചോദിക്കലാകാം, രോഗം മാറ്റാൻ ചോദിക്കലാകാം, സഹായം തേടലാകാം, വെള്ളം പലതുമാവാം, പണം ഒക്കെ ഇസ്തിഗാസ തന്നെയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഇസ്തിഗാസക്ക് തെളിവല്ല എന്ന് പറയാൻ കാരണം എന്താ? ഇതിൽ ഇസ്തിയാദത്താണുള്ളത്. എന്താ ഇസ്തിയാദത്ത് പറഞ്ഞാല്? കാവൽ ചോദിക്കുക. ഈ കാവൽ ചോദിക്കുക എന്നത് മഹാൽമാക്കളോട് റസൂൽ നടത്തി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അയാൾ പറയാണ് ഇത് തെളിവല്ല, തെളിവാണെന്ന് ഒറ്റ പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ഞാൻ സഹോദരന്മാരെ തഫ്സീറുർ റാസി വായിച്ചുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞതാണ്. കുറെ വിശദീകരണം കഴിഞ്ഞതിന് ശേഷം പറയുന്നത് അപ്പൊ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി എന്ന വചനമാകുന്നത് ഇസ്തിആദത്തുൻ മിനൽ അർവാഹിൽ ബശരിയത്തി ബിൽ അർവാഹിൽ ആലിയത്തിൽ മുഖദ്ദസത്തി ത്വാഹിറത്തി ത്വയ്യിബ ഫീ ദഫ്ഇ ശുറൂരിൽ അർവാഹിൽ ഖബീസത്തിൽ ദുൽമാനിയത്തിൽ ഖദറ. എന്താ പറഞ്ഞത്? മനുഷ്യാത്മാക്കൾ, മനുഷ്യന്മാര് കാവല് ചോദിക്കലാണ്. ആരോട്? ബിൽ അർവാഹിൽ ആലിയത്തിൽ മുഖദ്ദസത്തി ത്വാഹിറത്തി ത്വയ്യിബ, പരിശുദ്ധാത്മാക്കളോട്. തഫ്സീറുർ റാസിയാണ് പറയുന്നത്. എന്നാലും ഇയാള് പറയും അതിൽ ഇസ്തിഗാസ ഇല്ല. ഇതാ ഞാൻ പറഞ്ഞ ഇയാൾക്ക് എന്തോ പാവം. ഞാൻ പോട്ടെ, ഞാൻ പറയണില്ല, മഹാസാധു എന്നല്ലാതെ. എന്നിട്ട് ഇതിനെതിരിൽ അയാൾ പറഞ്ഞത് എന്താ? അവിടെയുണ്ട് ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ എന്ന് ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞിട്ടുണ്ട്, വേറെ കുറെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഇമാം ബൈഹഖി പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? കലിമാത്തുല്ലാഹി താമ്മാത്ത് എന്ന് പറഞ്ഞാൽ അത് ഇവര് പറഞ്ഞ മാതിരി ഈ പരിശുദ്ധാത്മാക്കളല്ല. പിന്നെ അതിലൊക്കെ അത് ഖുർആനാകുന്നു. അതുകൊണ്ട് മഖ്ലൂഖിനോട് സഹായം കാവൽ ചോദിക്കൂലല്ലോ എന്ന് ഈ കിതാബിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ മഖ്ലൂഖ് എന്ന സൃഷ്ടി കാവൽ ചോദിക്കാൻ പറ്റൂല. അതിനാണ് ഇത് തെളിവ്. ഇത് വല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു വരിയാണ്. അതുകൊണ്ട് മുതഅല്ലിമുകളും സാധാരണക്കാരും മനസ്സിലാക്കണം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത് എന്ന് പറയുമ്പോൾ ഈ അൽ കലിമാത്തു താമ്മാത്ത് എന്ന് പറഞ്ഞ പദത്തിന് ഒന്നിലധികം തഫ്സീറുകളുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്. ഇത് നിങ്ങൾ പഠിക്കണം. ഒന്നാമത്തെ ഒരു വ്യാഖ്യാനം എന്താണ്? കലിമാത്തുല്ലാഹി താമ്മാത്ത് എന്ന് പറഞ്ഞാൽ അത് ഖുർആനാകുന്നു എന്നാണ്. അത് ഖുർആനാകുന്നു. ഒരു വിഭാഗം പണ്ഡിതന്മാർ അതിന് റാസി ഇമാമു തന്നെ അതും പറഞ്ഞിട്ടുണ്ട്, മറ്റതും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഖുർആനാകുന്നു എന്ന വ്യാഖ്യാനം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞിട്ടുണ്ട്, ബൈഹഖി പലരും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. ഖുർആനാകുന്നു. ഖുർആൻ കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കാവൽ ചോദിക്കുന്നു. അതുകൊണ്ട് വയഹ്തജു ബി അന്ന കലാമല്ലാഹി ഗൈറു മഖ്ലൂഖ്, ആ ഖുർആൻ സൃഷ്ടിയല്ല. ഇസ്ലാമിന്റെ അഹ്മദ് ബിൻ ഹംബലിന്റെ ഒക്കെ കാലഘട്ടത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ അതുകൊണ്ട് ലക്ഷ്യം പിടിച്ചിരുന്നത് എന്താണ്? ഖുർആൻ മഖ്ലൂഖല്ല എന്നതിന് ഇത് തെളിവാകുന്നു. എന്നിട്ട് അതിന് കാരണം പറയുകയാണ്,
ലിഅന്നഹു ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ. ഖുർആൻ മഖ്ലൂഖ് ആണെങ്കിൽ മഖ്ലൂഖായ ഈ പറഞ്ഞ അലിഫ് ബാ താ റാ പോലത്തെ ഈ അക്ഷരങ്ങൾ ഇത് മഖ്ലൂഖാണ് എന്ന് വെക്കുകയും മഖ്ലൂഖായ ഈ സൃഷ്ടികളോട് ഇസ്തിആദത്ത് ചെയ്യുകയും ചെയ്യുന്നതിൽ ഒരർത്ഥമില്ലല്ലോ. മഖ്ലൂഖായ ഈ അക്ഷരങ്ങളോട് ഖുർആനിന്റെ വചനങ്ങളോട് ഇസ്തിആദത്ത് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. പിന്നെയോ ഇത് ഖദീമായ കലാമാണ്, അല്ലാഹുവിന്റെ കലാമാണ് എന്നാണ് ഇതിൽ നിന്ന് സ്പഷ്ടമാകുന്നത് എന്നാണ് ഒരു വ്യാഖ്യാനം. അതേ അവസരത്തിൽ അഊദു ബി കലിമാത്തില്ലാഹി എന്ന് പറഞ്ഞ കലിമാത്തുല്ലാഹി താമ്മാത്ത് എന്നതിന് രണ്ടാമത്തെ വ്യാഖ്യാനം, അതാണ് നമ്മൾ ഈ പറയുന്ന വ്യാഖ്യാനം. അൽ കലിമാത്തുല്ലാഹി താമ്മാത്ത് എന്ന് പറഞ്ഞാൽ അത് അൽ അർവാഹുൽ ആലിയത്തുൽ മുഖദ്ദസത്തു ത്വാഹിറത്തു ത്വയ്യിബ, പരിശുദ്ധാത്മാക്കൾ എന്നത് ഇതിന്റെ ഈ കലിമാത്തുല്ലാഹി താമ്മാത്ത് എന്നതിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ്. ആ വ്യാഖ്യാനം അനുസരിച്ചാണ് ഇമാം റാസി ഈ പറയുന്നത്. അപ്പൊ ഒന്നാമത് പറഞ്ഞ വ്യാഖ്യാനത്തിന്റെ കാരണങ്ങളും വിഷയങ്ങളും രണ്ടാമത് പറഞ്ഞ വ്യാഖ്യാനവുമായി കൂട്ടിവലിച്ചാൽ ഒലക്കയും പാന്തോനും കൂട്ടിപ്പിടിച്ചതുപോലെ അല്ലെങ്കിൽ ബന്ധിപ്പിച്ചതുപോലെ ഉണ്ടാകും എന്നല്ലാതെ സഹോദരന്മാരെ വസ്തുതകൾ ഗ്രഹിക്കാൻ കഴിയില്ല. ഇത് കൺഫ്യൂഷൻ ആയതുകൊണ്ടോ അറിയാത്തത് കൊണ്ടോ ആണ് മുജാഹിദുകൾ ഈ ബഹളം ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞത് കൊണ്ട് അള്ളാന്റെ റസൂലിനോടോ മഹാത്മാക്കളോടോ ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്ന് അതിന് അർത്ഥമില്ല. എന്തുകൊണ്ട്? സക്കരിയ സലാഹി വായിച്ചിരുന്നു. അപ്പൊ ഞാൻ അതിന് മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? മൗലവി അതിന്റെ അർത്ഥം എന്താ? ലാ യസ്തഈദു ബി മഖ്ലൂഖിൻ എന്ന് പറഞ്ഞാൽ ഒരു മഖ്ലൂഖിനോടും ഇസ്തിആദ് കാവൽ ചോദിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു മരിച്ചുപോയ മഹാത്മാക്കൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ പോലത്തെ മഖ്ലൂഖിനോട് കാവൽ ചോദിക്കൂല എന്നാണോ അതിന്റെ അർത്ഥം എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതിന് മറുപടി ഇല്ല. ആ മറുപടി ഇല്ലാതായപ്പോ അനീഫപ്പ വേറൊരു മറുപടിയാ പറഞ്ഞത്. അലവി സഖാബി ചോദിച്ചു, ഇവര് മഖ്ലൂഖാണോ എന്ന് അലവി സഖാബി ചോദിച്ചു. ഞാൻ അങ്ങനല്ലേ ചങ്ങായി ചോദിച്ചത്, അതൊന്ന് കേൾക്കേണ്ട കേസിട്ട്. അപ്പൊ മൂപ്പരേക്ക് ഒരു ഉത്തരണ്ട്, അതിനനുസരിച്ച് എന്റെ ചോദ്യങ്ങൾ ശരിയാക്കുക. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. അന്നഹു ലാ യസ്തഈദു ബി മഖ്ലൂഖിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹി തങ്ങൾ ഒരൊറ്റ സൃഷ്ടിയോടും കാവൽ ചോദിക്കുകയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം വരിക? ഒരു സൃഷ്ടികളോടും കാവൽ ചോദിക്കൂല. ഒരു സൃഷ്ടി എന്ന് പറഞ്ഞാ ജീവിച്ചിരിക്കുന്ന സൃഷ്ടിയാവാ, മരിച്ച സൃഷ്ടിയാവാ, മനുഷ്യനാവാ, മൃഗമാവാ, പലതുമാവാം. അതിനോടൊന്നും റസൂൽ കാവൽ ചോദിച്ചിട്ടില്ല, സഹായം തേടിയിട്ടില്ല എന്നാണോ അർത്ഥം? അങ്ങനെ കിട്ടണല്ലോ. ഈ അറബി വാക്യത്തിന്റെ അർത്ഥം അനുസരിച്ച് അങ്ങനെയാണ് വരേണ്ടത്. അങ്ങനെയാണോ? അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ മുജാഹിദിന് തെളിവാവൂലല്ലോ, അവരെ ചങ്കിന് തറക്കുമല്ലോ ഇത്. അപ്പൊ പിന്നെ ലാ യസ്തഈദു ബി മഖ്ലൂഖിൻ എന്ന് പറഞ്ഞ മഖ്ലൂഖ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മരണപ്പെട്ടുപോയ മഹാത്മാക്കളാണെന്നാണ് മുജാഹിദ് ദുർവ്യാഖ്യാനിക്കുന്നത്. അത് എവിടെന്ന് കിട്ടി? അത് ഈ പദത്തിന്റെ അർത്ഥമല്ല. അതുകൊണ്ട് തന്നെ ഈ പദത്തിൽ, ഈ വാചകത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇസ്തിഗാസ പറ്റുമോ പറ്റൂലേ എന്നൊരു വിഷയം തന്നെ ഇതിൽ പറഞ്ഞിട്ടില്ല. ഇതാ ഞാൻ പറഞ്ഞത്, പറയാറുള്ളത്, ഞങ്ങൾ വിശദീകരിക്കാറുള്ളതും. ഇതിന് വല്ല മറുപടി ഉണ്ടെങ്കിൽ പറയട്ടെ. ഇതാ വേണ്ടത്. മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ പറ്റൂല, അത് പോക്കറ്റിൽ നിന്ന് എടുത്ത വിശദീകരണ. അവിടെ തന്നെ ബിസ്മിൻ ചൊല്ലി അവിടെ വെക്കുക. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ആ പദത്തിന്റെ അർത്ഥം അങ്ങനെയല്ല. മഖ്ലൂഖ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ മഹാത്മാക്കൾ എന്ന അർത്ഥം ആരും പറഞ്ഞിട്ടില്ല. മഖ്ലൂഖ് എന്നതിന് നേരർത്ഥം എന്താ? സൃഷ്ടി എന്നാണ്. അപ്പൊ ഒരൊറ്റ സൃഷ്ടിയോടും കാവൽ ചോദിച്ചിട്ടില്ല എന്നാണ് നേരെ ചൊവ്വ അർത്ഥം വരിക. അങ്ങനെയാണെങ്കിൽ അത് മുജാഹിദുകൾക്ക് എതിരാവുകയാണ് ചെയ്യുക, തെളിവല്ല ആവുക എന്നുകൂടി മൗലവിമാർ ഓർക്കണം. അതേ നമുക്ക് അതേക്കുറിച്ച് പറയാനുള്ളൂ. അപ്പൊ അത് കൂടുതൽ ദുർവ്യാഖ്യാനിച്ച് കൂടുതൽ വഷളാവുക എന്നല്ലാതെ സഹോദരന്മാരെ അതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഇസ്തിഗാസക്ക് അനുകൂലമായിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അരികിൽ ചെന്നുകൊണ്ട് മഴ തേടിയ സംഭവമുണ്ട്. ഇസ്തസ്ഖിനി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ നബിയേ, ഞങ്ങൾക്ക് മഴയില്ല നബിയേ, വെള്ളം വേണം, മഴ ലഭിക്കണം, അതിനാവശ്യമായത് തങ്ങൾ ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒരു സംഭവമുണ്ടായിരുന്നു. 15ഓളം വരുന്ന ഹദീസ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചതാണ്. ഞാനത് തെളിവ് സഹിതം സമർത്ഥിച്ചിരുന്നു. സക്കരിയ സലാഹി രണ്ടാം ഘട്ട പ്രസംഗത്തിൽ അതിനെ പറ്റി ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞ മറുപടി അയാളെ അടപ്പൂരിയ രൂപത്തിൽ അയാളൊന്നും പ്രതികരിച്ചില്ല. അപ്പൊ ഈ പ്രാവശ്യം മറ്റേ അനീഫ വന്നപ്പോ മൂപ്പര ലിസ്റ്റിൽ നോക്കിയപ്പോ അതുണ്ട്. അപ്പൊ മൂപ്പര് പറയാം, പിന്നെ ഇപ്പൊ ഇസ്തിഗാസക്കുള്ള ഒരു തെളിവെന്താ? ഇസ്തസ്ഖിനി ഉമ്മത്തിക്കാതെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ ഒരാൾ പോയി,
എന്നിട്ട് എന്താ അവര് പറയണ തെളിവ്? അയാള് സ്വപ്നം കണ്ടില്ലേ, റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടില്ലേ, ഇതാ പോലെ തെളിവ്. സ്വപ്നം എങ്ങനെ തെളിവാണോ? ആ സാധു, മഹാസാധു, മഹാപരമ്പരസാധു പറയാണ്. ഒന്ന് കേട്ടോളൂ നിങ്ങൾ അയാൾ പറയുന്ന ദീനരോധനം. അത് ഉമ്മത്തിക്ക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ ഒരാൾ ചെന്നു. അയാൾ സ്വപ്നം കണ്ടില്ലേ, അയാൾ സ്വപ്നം കണ്ടില്ലേ, സ്വപ്നം തെളിവാ? അങ്ങനെ ഒരാൾ സ്വപ്നം കണ്ടു എന്നത് തെളിവാണ്. അങ്ങനെ ഒരാൾ സ്വപ്നം കണ്ടാ തെളിവാണോ? സ്വപ്നം തെളിവല്ലല്ലോ. സ്വപ്നം തെളിവല്ല എന്ന് പേരോട് പറഞ്ഞിട്ടില്ല എന്ന് പേരോട് സ്ഥാനത്ത് ക്ലിപ്പ് ഇടുന്നുണ്ട്. ഇത് എങ്ങനെ സഹോദരന്മാരെ, ഇത് ആർക്കാ പരി മറുപടി പറയണത്? എന്താണ് ഇതിനൊക്കെ വിചാരം ഉണ്ടാവും? ഇവരൊക്കെ തലയിൽ എന്താണ്? ആരാ ഇവിടെ പറഞ്ഞത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിന്റെ അരികിൽ ചെന്ന് മഴ തേടിയ സംഭവം, ആ സംഭവത്തിൽ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു, അതാ അവിടെ തെളിവ്. ആര് പറഞ്ഞു? ഇയാൾ ആർക്കാ മറുപടി പറയണത്? വീട്ടിലുള്ള വല്ല ആർക്കും ഈ കാരണം, അല്ലാതെ നമുക്ക് സുന്നികൾക്ക് ഇത് മറുപടിയല്ല. നമ്മൾ ആരും അത് പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് എന്താ? ആരംഭ റസൂലുള്ളാഹിനെ ഖബർ ഷരീഫിന്റെ അരികിൽ ചെന്ന് വഫാത്തായ നബി തങ്ങളോട് മഴ തേടി, മഴ വേണം, ഞങ്ങൾ മഴ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഈ വിഷയം അദ്ദേഹം റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. റസൂലുള്ളാഹി തങ്ങൾ നിങ്ങൾക്ക് മഴ ലഭിക്കുമെന്ന വിവരം പറഞ്ഞു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് സലാം പറയാനും വിവരം പറയാനും നിർദ്ദേശിച്ചു. എന്നിട്ടോ സ്വപ്നം അതോടുകൂടി തീരുകയാണ്. എന്നിട്ട് മഴ തേടിയ വ്യക്തി ആരാണെന്നുള്ള തർക്കമുണ്ട്. ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസനി എന്ന സ്വഹാബിയാണ് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയും ഹാഫിദ് ഇബ്നു കസീറും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആരോ ആവട്ടെ, ആ വ്യക്തി ചെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ചെന്ന് സംഭവം പറയുകയാണ്. ഉമറുൽ ഫാറൂഖിനോട് ചെന്ന് പറയുന്നു, ഞാൻ റസൂലുള്ളാഹി തങ്ങളെ ഖബർ ഷരീഫിന്റെ അരികിൽ ചെന്ന് മഴ തേടി, സ്വപ്നം കണ്ടു റസൂലിനെ, മഴ ലഭിക്കുന്നുള്ള സന്തോഷം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സലാമും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ഇതാ സംഭവം. ഇതിൽ നമ്മൾ പറയുന്ന തെളിവ് എവിടെ? ഇയാൾ സ്വപ്നം കണ്ടില്ലേ എന്ന അല്ല. ഇയാള് റസൂലുള്ളാഹി തങ്ങളോട് മഴ തേടി, വഫാത്തായ നബിയോട് മഴ തേടിയിട്ട് ഈ സംഭവം ഉമറുൽ ഫാറൂഖിനോട് ചെന്ന് പറഞ്ഞപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൗഹീദ് അറിയാത്ത ആളല്ലല്ലോ, ശിർക്ക് അറിയാത്ത ആളല്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഇയാളോട് നീ ചെയ്തത് ശിർക്കാണ് എന്ന് പറഞ്ഞില്ല, തൗഹീദിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞില്ല, കുഫ്റാണ് എന്ന് പറഞ്ഞില്ല, ഹറാമാണ് എന്ന് പറഞ്ഞില്ല, കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇതാ ഞങ്ങൾ പറയുന്നത്. അത് ഇയാള് പുതിയ വാദമായിട്ട് ഇപ്പൊ കൊണ്ടുവന്നു. ഞാൻ കഴിഞ്ഞ എന്റെ പ്രസംഗത്തിലൊക്കെ അത് സവിസ്തരം പ്രതിപാദിച്ചതാണ്, തെളിവ് സഹിതം പറഞ്ഞതാണ്. എന്നിട്ട് ഇപ്പോഴും മൂപ്പർ ആ വിഷയമൊന്നും മൂപ്പർ പറയുമ്പോ സ്വപ്നം കണ്ടില്ലേ, ഇതാ അപ്പം ബലം മറുപടിയുടെ കോലം. സഹോദരന്മാരെ, അതുകൊണ്ട് ഇയാളുടെ ഈ വഷളായ മറുപടി, ഈ വഷളത്തരം പറയാൻ ചാരിയത്തിലേക്ക് വരേണ്ടതില്ല എന്നേ നമുക്ക് അതേക്കുറിച്ച് പറയാനുള്ളൂ. സഹോദരന്മാരെ, പിന്നെ ഇയാൾ പറഞ്ഞ വല്ലാത്തൊരു കാര്യം, ശക്തിയായി വെല്ലുവിളിച്ചൊരു വിഷയമുണ്ട്. എന്താ? കഴിഞ്ഞ പ്രാവശ്യം സക്കരിയ സലാഹി പറഞ്ഞിരുന്നു നമ്മുടെ മങ്കൂസ് മൗലിദ്, അതിന്റെ തുടക്കം തന്നെ നുണയാണ്. ഏതാ? സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി അമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറിനെയാണ് അല്ലാഹു ആദ്യമായി പടച്ചിട്ടുള്ളത് എന്ന ഈ ആശയം ഹദീസിലുള്ളതാണ്. മങ്കൂസ് മൗലിദിൽ പറയുന്ന ശുദ്ധ കളവാണ്, പച്ച നുണയാണ് എന്ന് സക്കരിയ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അതിന് മറുപടി പറഞ്ഞു, ഹദീസിലുണ്ട്, മുസന്നഫിലുണ്ട്. അപ്പൊ സക്കരിയ ചോദിച്ചു, മുസന്നഫിൽ എവിടെയുള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഉണ്ട് മുസന്നഫിൽ. ഇതാ ആ നഷ്ടപ്പെട്ട, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഹദീസ് ഇതാ മുസന്നഫിന്റെ ആ നഷ്ടപ്പെട്ട കോപ്പിയുടെ ഭാഗങ്ങൾ ഇതാ എന്റെ കയ്യിൽ എന്ന് പറഞ്ഞ് ഹദീസ് ഒക്കെ ഞാൻ വായിച്ചു കൊടുത്തിരുന്നു. അതിനെക്കുറിച്ച് ആ മറുപടി ചെന്നപ്പോ ഹനീഫ മൗലവി ആകെ അന്തം വിട്ടിരുന്നു. അപ്പൊ മൂപ്പര് പുതിയ ജനങ്ങളാകെ കബളിപ്പിക്കണം, എന്തോ ഒരു ഹലാക്ക് മൂപ്പറെ കയ്യിലുണ്ട് എന്ന രൂപത്തിൽ ഭയങ്കരമായ വെല്ലുവിളിയാണ്. ഒന്ന് കേട്ടോളൂ നിങ്ങൾ അയാളാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറുമായി ബന്ധപ്പെട്ട് അതാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത് ഞങ്ങൾക്കറിയാം, നിങ്ങളത് ഉയർത്തിക്കാണിക്കുമെന്ന്. പക്ഷേ വെല്ലുവിളിക്കുന്നു ഈ ചാലിയത്ത് വെച്ച്. ഇനി ഇവിടെ പ്രസംഗിക്കുന്നുവെങ്കിൽ സഖാഫിമാര് മറുപടി പറയണം. ആരാണ് ആ മുസന്നഫ് അബ്ദുൽ റസാഖ് പുറത്തിറക്കിയത്? ജുസൂൽ മഫ്ഖൂദ് എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ, മുസന്നഫ് അബ്ദുൽ റസാഖിൽ നിന്ന് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ പുസ്തകം അതാരാ പുറത്തിറക്കിയത്?
ആരാ അതിന് അവതാരിക എഴുതിയത്? എവിടെ നിന്നാ അത് പുറത്തിറങ്ങിയത്? എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണോ ഒരു കിതാബ്? അത് ചോദിച്ചിട്ട് ഇതൊക്കെ ചോദിക്കണോന്ന് സഖാബി ചോദിച്ചാൽ അപ്പൊ അതിന്റെ മറുപടി ഞാൻ പറയാം. അതിന്റെ മറുപടി നമ്മളെ കയ്യിൽ ഉള്ളതുകൊണ്ടാ. നിങ്ങളൊക്കെ ഒരു മറുപടിയെങ്കിലും ഉണ്ടായല്ലോ, അൽഹംദുലില്ലാ. വലിയ സന്തോഷം തന്നെ. എനിക്ക് അതിൽ വലിയ താല്പര്യമുണ്ട്. എന്നാൽ അടുത്ത പ്രാവശ്യങ്ങൾ ആ മറുപടി ഒന്ന് പറയണം. എനിക്ക് അത്രേ പറയേണ്ടതുള്ളൂ. വലിയ വായിൽ മൂപ്പരെ വെല്ലുവിളിയാണ് ഇപ്പൊ. ഓരോണത് കണ്ടുപിടിച്ചത്, ഓരോണത് പ്രസിദ്ധീകരിച്ചത്. എന്നാ ഞാൻ ഓരോന്നിനും മറുപടി പറയാം. വെക്ക് ഓരോ ചോദ്യം കിതാബ് എടുക്ക്. വായിക്ക് പറയട്ടെ, അയാളെ ചോദിക്കട്ടെ, ഞാൻ മറുപടി പറയട്ടെ. സഖാഫിമാര് മറുപടി പറയണം. ആരാണ് പുറത്തിറക്കിയത്? മറുപടി പറയുന്നു, അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു മാനി അൽ ഹുമൈരി. അതായത് ദുബൈയിലെ ആ ഔഖാഫിന്റെ ഇസ്ലാമിക് മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറായിരുന്ന വിശ്രുത പണ്ഡിതനാണ്. അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാ എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹമാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. ചോദ്യം വരട്ടെ, ഒന്നാം ചോദ്യത്തിന്റെ മറുപടി. ആരാ അതിന് അവതാരിക എഴുതിയത്? കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അവതാരിക എഴുതിയ ആള് അശൈഖ് അദ്ദുക്തൂർ മഹ്മൂദ് സഈദ് മംദൂഹ് അൽ മിസ്രി അശ്ശാഫിഈ. വലിയ ഹദീസ് പണ്ഡിതനാണ്. തഖരീദ് അദ്ദുക്തൂർ അൽ മുഹദ്ദിസ് മഹ്മൂദ് സഈദ് മംദൂഹ് അൽ മിസ്രി അശ്ശാഫിഈ. രണ്ടാം ചോദ്യത്തിന്റെ മറുപടി അടുത്ത ചോദ്യം ചോദിക്കേ. എവിടെ നിന്നാണ് അത് പുറത്തിറങ്ങിയത്? പുറത്തിറങ്ങിയാൽ ദുബൈയിൽ നിന്നാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത്. ചോദിക്ക. എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഇന്ത്യയിൽ നിന്നാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്. സയ്യിദ് മുഹമ്മദ് അമീൻ ബറക്കാത്തി അൽ ഖാദിരി എന്നിവരിൽ നിന്നാണ് അത് കിട്ടിയത്. പറയൂ. ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ഹിജ്റ 933 റമളാൻ 9 തിങ്കളാഴ്ച ദിവസമാണ് അതിന്റെ കയ്യെഴുത്തു പ്രതി ആ കയ്യെഴുത്തു പ്രതിയിൽ നിന്ന് വിരമിച്ചത്. ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? അത് ഇമാം ഖസ്തല്ലാനിയും ഇമാം സുയൂത്തിയും ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയും ഒക്കെ അവലംബിച്ച ഏത് കയ്യെഴുത്ത് പ്രതിയാണോ അതേ പ്രതിയിൽ നിന്നാണ് ഇവരും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പറഞ്ഞ മറുപടി എനിക്കൊന്ന് കേൾക്കണം. ചോദ്യം കഴിഞ്ഞില്ലേ? മൂപ്പർ ആ ചോദ്യം തീർന്നോട്ടെ, ഇനി മറുപടി പറയും. എനിക്കൊന്ന് കേൾക്കാലോ. മൂപ്പറെ വെല്ലുവിളി കേട്ടപ്പോ എന്തോ വലിയൊരു സംഗതി പോലെയൊക്കെ ഒരു പൊട്ടാത്ത ബോംബുണ്ട് എന്ന് തോന്നിപ്പോയി. വാ, എന്നിട്ട് നമുക്കൊന്ന് നോക്കുക. നമുക്ക് ആ മറുപടി ഒന്ന് കയറാം. എന്താ അതിന് തകരാറ് നോക്കുക. ഈ ഹദീസ് സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ കാണാതായ ഹദീസുകൾ നിങ്ങൾക്കറിയോ? മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ഗ്രന്ഥം, അത് നിലവിലുള്ള ഗ്രന്ഥം പുറത്തിറക്കിയിട്ടുള്ളത് അത് ഇന്നത്തെ അതിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. ഹബീബുർ റഹ്മാൻ അൽ അഅ്ലമി എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ്. അയാൾ പറയുന്നുണ്ട്, മുസന്നഫിന്റെ ഒരുപാട് കോപ്പി ഞാൻ എന്റെ ദൃഷ്ടിയിൽ പെട്ടതൊക്കെ പരിശോധിച്ചു. എന്നിട്ട് ഞാൻ നോക്കി അവസാനം കുറെ എല്ലാം സമ്പൂർണമാണെന്ന് എനിക്ക് തോന്നിയ ഒരു പതിപ്പാണ് ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ തന്നെ 1ാമത്തെ വാള്യത്തിലും 5ാമത്തെ വാള്യത്തിലും ഒക്കെ ഇതിന്റെ ഹദീസുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് നോക്കുമ്പോ കാണാം. അതുകൊണ്ട് ഞാൻ അവിടെ സ്ഥലം ഒഴിച്ചിടുകയാണ്. ആരെങ്കിലും അത് കണ്ടാൽ അവിടെ ചേർത്തി കൊടുക്കണം എന്ന് നിലവിലുള്ള മുസന്നഫിന്റെ ആ ഹദീസിന്റെ ഗ്രന്ഥത്തിന്റെ 1ാമത്തെ വാള്യത്തിന്റെ ആമുഖത്തിൽ നിലവിലുള്ള ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കേസാണ് സഹോദരന്മാരെ. പക്ഷേ മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ആ ഹദീസ് ഗ്രന്ഥത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില ഹദീസുകൾ അത് കിട്ടാൻ വേണ്ടി ചികഞ്ഞന്വേഷിച്ചു. ആര്? ഈ പറഞ്ഞ ഡോക്ടർ ഈസ ഇബ്നു അബ്ദുല്ലാഹിൽ ഹുമൈരി എന്ന് പറയുന്ന വ്യക്തി. അയാൾ ഇതിന്റെ സംഭവം ദീർഘമായി പറയുന്നുണ്ട്. അയാൾ അന്വേഷിച്ച സ്ഥലങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാ. ഇയാൾ പറയട്ടെ, അപ്പൊ ഞാൻ വീണ്ടും വിശദീകരിക്കണ്ട്. അയാൾ ആ വെല്ലുവിളി നമുക്കൊന്ന് നോക്കാലോ. അങ്ങനെ ഇയാൾക്ക് കിട്ടി, ഈ ഹദീസിന്റെ പതിപ്പ് കിട്ടിയ പതിപ്പ് മുസന്നഫ് അബ്ദുർ റസാഖിന്റെ ഹദീസിന്റെ കോപ്പിയുടെ കൈയെഴുത്തുമായി അന്നത്തെ കാലഘട്ടത്തിലുള്ളതുമായി സമരസപ്പെടുന്നതാണ്. ഇപ്പൊ ആരെങ്കിലും എഴുതിണ്ടാക്കിയതല്ല എന്നതിനൊക്കെ ഇയാൾ രേഖ പറയുന്നുണ്ട്. വെറുതെ അങ്ങോട്ട് പറഞ്ഞതൊന്നല്ല. ആ ഗ്രന്ഥത്തിലാണ് അള്ളാന്റെ റസൂലിന്റെ നൂറാണ് ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഹബീബുർ റഹ്മാൻ അഅ്ലമി എന്ന് പറയുന്നയാൾ പ്രിന്റ് ചെയ്ത് മുസന്നഫിൽ അത് കാണുന്നില്ല. ഫലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട ഡോക്ടർ ഈസ ഇയാൾ അദ്ദേഹത്തിന്റെ അന്വേഷണത്തിനൊടുവിൽ അയാൾ അതിന്റെ സംഭവം ത്യാഗപൂർണമായ അദ്ദേഹത്തിന്റെ സംഭവങ്ങൾ പറയുന്നുണ്ട്.
അതിൽ അയാൾ പറഞ്ഞു, അവസാനം എനിക്കൊരു കോപ്പി കിട്ടിയപ്പോൾ അതിന്റെ ആദ്യ ഭാഗത്ത് ഈ നഷ്ടപ്പെട്ട ഹദീസുകളൊക്കെ അതിലുണ്ട്, എനിക്ക് കിട്ടി, അൽഹംദുലില്ലാ, അയാളെ സന്തോഷം പറയുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ സുന്നത്തല്ലേ. എന്നിട്ട് ആ നഷ്ടപ്പെട്ട ഹദീസുകളെല്ലാം കൂടി ജമ്മ് ചെയ്തുകൊണ്ട് അയാൾ രചിച്ച ഒന്നാമത്തെ വാല്യമാണിത്. അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ആക്രോശിക്കണത്. അത് എവിടുന്ന് കിട്ടി, ആരാ പുറത്തിറക്കിയത്, ആരാര്, എന്താ മൂപ്പറ ചോദ്യം എന്നറിയും. അപ്പൊ സഹോദരന്മാരെ, മങ്കൂസ് മൗലിദിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, യാഥാർത്ഥ്യമാണ്, ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചിട്ടുള്ള കാര്യവുമാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. പിന്നെ ഇയാൾ പറയാണ്, ഒന്നും പറയില്ലാതായപ്പോ എന്തെങ്കിലും ചാലിയത്തെ പരിപാടി കൊണ്ടൊരു നേട്ടമാണെന്നുള്ളിടത്തോളം. എന്നിട്ട് അയാൾ പറയാണ്, ഏതായാലും ചാലിയത്തെ പരിപാടി കൊണ്ടൊരു നേട്ടമുണ്ടായി. എന്താ, പൊതുസ്ഥലങ്ങളിൽ കുബ്ബ ഉണ്ടാക്കാൻ പാടില്ല എന്നത് ഇപ്പൊ നിങ്ങൾ അംഗീകരിച്ചോ? ഭയങ്കര സംഗതിയാണ്, ഞങ്ങൾക്ക് ചാലിയത്തെ പരിപാടി കൊണ്ടുള്ള ഒരു നേട്ടമാണ് എന്നുള്ളിടത്തോളം അയാൾ സംസാരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താന്ന് ഈ സാധു അറിഞ്ഞിട്ടില്ലല്ലോ. കേട്ടോളൂ അയാളെ ചോദ്യം, എന്നിട്ട് ഞാൻ പറഞ്ഞത് കേൾപ്പിച്ചു തരാം. അയാൾ പറയട്ടെ. ചായപ്പ് പരിപാടി കൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു നേട്ടമാണ് എന്ത്? പൊതുസ്ഥലത്ത് കുബ്ബ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് അംഗീകരിച്ചോ? ചായം പരിപാടി കൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു നേട്ടമാണ് എന്ത്? പൊതുസ്ഥലത്ത് കുബ്ബ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് അംഗീകരിച്ചോ? മഹാത്മാക്കളുടെ കുബ്ബ പൊതുസ്ഥലത്ത് ഏതായാലും ഉണ്ടാക്കാൻ പറ്റൂല എന്ന് ചാരിയം പരിപാടി കൊണ്ട് ഇപ്പൊ നിങ്ങൾ അംഗീകരിച്ചില്ലേ? മൂപ്പര വലിയൊരു നേട്ടമായിട്ട് പറയാ. അങ്ങനെ ഒറ്റക്കിരുന്ന് ഇങ്ങനെ പറഞ്ഞോളൂ, എന്ത് ഞാൻ അത് അംഗീകരിച്ചു ഇത് അംഗീകരിച്ചു എന്ന് ഒറ്റക്ക് അങ്ങനെ പറയാം. മുജാഹിദുകളോടല്ലേ പറയണത്. എന്നാ അത് ശരിയല്ലാതെ പറയാൻ ഞങ്ങളെ സുന്നി പ്രവർത്തകനെ അനുവദിക്കൂല. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന്റെ അപ്പുറം ഒരു കുട്ടി വന്നത് ശരിയല്ലാതെ പറയാൻ അടുക്കാൻ പാടില്ല. അടുക്കരുത്, ചോദിക്കരുത്, മിണ്ടരുത്, അകറ്റരുത്, ശ്വാസം പെടരുത്, മൂക്കിന്ന് കാറ്റ് പോകരുത്, ഒന്നും പോകരുത്. ഒക്കെ കീപ്പട്ടക്ക് ഇങ്ങനെ നോക്കി ഇത് കേട്ടോളണം. ഉളുപ്പുണ്ടായി എങ്ങന്മാരെ ഇതൊക്കെ കേൾക്കാനും പറയാനും. എന്നാ ഞാൻ എന്താ പറഞ്ഞത്? പൊതുസ്ഥലങ്ങളിൽ ഒരാളുടെയും മഹാത്മാക്കളുടെ കുബ്ബയൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നായിരുന്നോ? കേട്ടോളൂ, ഞാൻ പറഞ്ഞത് എന്റെ പ്രസംഗത്തിന്റെ സീഡ് ശരിക്കും ശ്രദ്ധിക്കണ്ടേ. LP സ്കൂളിലെ കുട്ടികളെ പുസ്തകം വായിച്ചുകൊണ്ട് സംഗതി തിരിയോ? കേട്ടോളൂ നിങ്ങൾ, ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടോളൂ. പിന്നെ ഞാൻ വായിച്ച ഇബാറത്തും ആ ഇബാറത്തിൽ പറഞ്ഞ വിഷയം എന്താ? സ്വന്തം സ്ഥലത്താണെങ്കിൽ കറാഹത്ത് എന്ന് പറഞ്ഞത് അത് സാധാരണക്കാർക്കാണ്. അത് കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുക, ഞാൻ പറഞ്ഞ ഇബാറത്തിൽ ഏതാ ശരിയല്ലാത്തത്, ഏതാ തെറ്റ്? ഇതൊക്കെ തെറ്റാ. ഈ പറഞ്ഞതും മനസ്സിലാക്കിയതും മുഴുവൻ തെറ്റാ. മഹാത്മാക്കളുടെ, അമ്പിയാക്കളുടെയോ ഔലിയാക്കളുടെയോ മഖ്ബറകൾ കറാഹത്താണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഒരാൾ, ഒരു സാധാരണക്കാരന്റെ ഖബറ് അത് കെട്ടിപ്പൊന്തിക്കുകയോ കുബ്ബയുണ്ടാക്കുകയോ ചെയ്ത കറാഹത്താണ്. മഹാത്മാക്കളുടേതാണെങ്കിൽ ഇത് കറാഹത്തില്ല, അത് പുണ്യകർമ്മമാണ്. ഞാൻ പറഞ്ഞതല്ല, ശാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതൻ എന്ന് മാത്രമല്ല, സക്കരിയ മൗലവി തന്നെ ഇവിടെ വായിച്ചിട്ടുള്ള അസ്സബാജിർ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് കൂടിയായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചു, വനഹവി ഖുബ്ബത്തിൻ അലാ ഖബരി നഹവി ആലിമിൻ, പണ്ഡിതന്മാർ പോലോത്തവർ, അതായത് ഐ ഖുബൂരിൽ അംബിയാഇ വൽ ഉലമാഇ വസ്വാലിഹീൻ, അംബിയാക്കൾ അതുപോലെ തന്നെ ഉലമാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരുടെയൊക്കെ ഖബറിന്റെ മുകളിൽ കുബ്ബയുണ്ടാക്കൽ അത് പുണ്യകർമ്മമാകുന്നു, അത് കറാഹത്താകുന്നു, പാടില്ലാത്തതാകുന്നു എന്നല്ല മൗലവിയുള്ളത്. ഇബാറത്ത് ഇങ്ങനെ വായിച്ചാ പോരാ, അത് അർത്ഥം വെച്ച് പഠിക്കണം. അത് ആപ്പീസിൽ നിന്ന് തരുന്ന ഷീറ്റിലില്ലാത്തത് കൊണ്ട് മാത്രം അത് നിങ്ങൾ കരുതിയ തന്നെയാണ് ഇബാറത്തിന്റെ അർത്ഥം എന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ, വിവരമുള്ള ആരെങ്കിലും നിങ്ങളെ പാളയത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്ക്, എന്നിട്ട് മറുപടിക്ക് വന്നാൽ മതി എന്നാ എനിക്ക് പറയാനുള്ളത്. കണ്ടോ, അങ്ങനെ വരെ വ്യക്തമായി ഞാൻ പറഞ്ഞതാ. മഹാത്മാക്കളുടെ മഖ്ബറകൾ അതിനെക്കുറിച്ചാ, അത് കറാഹത്തല്ല, സാധാരണക്കാരുടേതാണ് പാടില്ലാത്തത് എന്ന് ഞാൻ തന്നെ വ്യക്തമായി പറഞ്ഞതാ. എന്നിട്ട് മൂപ്പര് വലിയ കാര്യത്തിൽ, അപ്പൊ പൊതുസ്ഥലത്താണെങ്കിൽ അത് പാടില്ലാത്തതാണെന്ന് ഇപ്പൊ നിങ്ങൾ സമ്മതിച്ചില്ലേ, അത് ഞങ്ങൾക്ക് ചാലിയം പരിപാടി കൊണ്ടുണ്ടായ ഒരു നേട്ടമാകുന്നു. നിങ്ങൾ അങ്ങനെ നേടിക്കോളി ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പ്രസംഗത്തിലൊന്നും, എന്റെ പ്രസംഗത്തിൽ അതൊന്നും ഇല്ലാതെ കളവ് മാത്രം പറയാൻ വേണ്ടിയാണ് ഇവിടെ ഇയാൾ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ വളരെ കുപ്രസിദ്ധമായ ഒരു വരി എന്താ, നമ്മളെ മഹ്മൂദ് മാലയിലുണ്ടല്ലോ, മീമുറ്റ അഹ്മദ് ഞാനെന്ന് ചൊന്നോവർ വീണ്ടും ഐനുറ്റ അറബി ഞാനെന്നോവർ. സക്കരിയ സലാഹി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതോ മുഹമ്മദ് നബിയെ കുറിച്ച് കീർത്തിച്ചപ്പോ നിങ്ങൾ എവിടെ എത്തി? ഇതോ ഞാൻ അഹമ്മദിൽ നിന്ന് മീമ് പോയ അഹദാണ് ഞാൻ, കണ്ടോ. അതുപോലെ തന്നെ അറബിയിൽ നിന്ന് അയിന് പോയിട്ട് റബ്ബാണ് ഞാൻ എന്നുവരെ നിങ്ങളെ മഹ്മൂദ് മാലക്കാരൻ ഇതാ പറയുന്നു. അയാളെ ഭാഷയുണ്ടോ ഞാൻ പറഞ്ഞത്?
ഇങ്ങനെ അയാൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ നിങ്ങൾ എല്ലാവരും കേട്ടതാണ്, മൗലവി അങ്ങനെ ആവൂല, നിങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. അഹമ്മദ് എന്നതിൽ നിന്ന് മീമ് പോയാല് അഹദ് ആവൂല. ഞാൻ ആ അക്ഷരങ്ങളൊക്കെ നീക്കം ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതാ. അറബി എന്നതിൽ നിന്ന് അയിന് കളഞ്ഞാല് റബ്ബ് എന്നാവൂല, റബി എന്നേ ആവുള്ളൂ എന്നൊക്കെ ഞാൻ വിശദീകരിച്ചിരുന്നു. അങ്ങനെ അയാൾ മാനം കെട്ടു. അത് KG കുട്ടികളെ വിവരം പോലും ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഈ ദുർവ്യാഖ്യാനൊക്കെ പാടെ, ഈ ബാണ്ടാറൊക്കെ പാടെ കായക്കൊടി ഇപ്പൊ താങ്ങി വന്നിക്കണ കഴിഞ്ഞ പ്രസംഗത്തിന്. ഇയാൾ എന്തിനീ പാപഭാരം പേറണം? ഒരു അന്തമില്ലാത്ത ഇയാൾ സ്കൂളിലാ പഠിപ്പിക്കണത്. ഈ ചെറിയ കുട്ടികളെ വിവരം പോലും ഇല്ലാതായാലോ? അയാളിപ്പോ പറയാണ് എന്താ വലിയ സംഗതിയായി ചോദിക്കണത് എന്താ? സുബ്ഹാനല്ലാ, അയാൾ വിശദീകരിക്കുന്നത് വലിയ സംഗതിയാ. പറയട്ടെ, അയാൾ കേട്ടോടുന്നിട്ട് ഞാൻ ബാക്കി പറയാം. മീൻ ഉള്ള അഹമ്മദാണ് ഞാൻ. മീൻ ഇല്ലാതൊരു അഹമ്മദ് എഴുതി കാണിക്കട്ടെ സക്കാഫി. മീനില്ലാത്ത അഹമ്മദ് ഉണ്ടോ? അങ്ങനെ മീനില്ലാത്ത, അതിനുള്ള അറബിയാണ് ഞാൻ, അതിനില്ലാത്ത അറബി ഉണ്ടോ? ഇവിടെ സക്കാഫി എഴുതി കാണിച്ചില്ല. നോക്കൂ, അഹ്മദ് അറബി, അതിന് മീമുമായ അഹമ്മദാവോ? മീമുള്ള അഹമ്മദാണ്. മീനില്ലെങ്കിൽ അഹമ്മദ് ഇല്ല, അതിനില്ലെങ്കിൽ അറബി ഇല്ല. അതല്ല, എന്താ ഒരു മീമ് മാത്രം വിറ്റാല്, ഹംസയെ വിറ്റാതെ ഹാവൊന്നും വിറ്റാതെ മീമ് മാത്രം വിറ്റിയതെന്താ? വിറ്റതല്ല, അറ്റതാണ്. അത് മുജാഹിദുകൾ ഉണ്ടാക്കിയതാണോ? അല്ല. ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ പറഞ്ഞിരുന്നു അവിടെ മീമുറ്റ അഹമ്മദ് എന്നാണ്. മീമുറ്റ അഹമ്മദ് ഞാനെന്ന് ചൊന്നോവർ വീണ്ടും വീണ്ടും ഐനുറ്റ അറബി ഞാനെന്നോവർ. മീമുള്ള അഹമ്മദ് എന്നാണ് ഞാൻ. അപ്പൊ എന്താ അഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുള്ള പദമാണത്. അതുകൊണ്ട് അതിന് പവറുണ്ട്. അറബി എന്നിടത്ത് അയിനുള്ള അറബി എന്നാണ്. അപ്പൊ എന്താ, ഞാനൊരു അറബിയാണ് എന്ന് പറയുമ്പോൾ പവറുണ്ട്. അപ്പൊ ഇയാളെ ചോദ്യം എന്താ, അയിനുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ റാ ഉണ്ട് എന്ന് എന്തിയാ പറഞ്ഞത്? എന്തോ ഒരു കഷ്ടം. അറബി എന്ന് പറയുന്ന ആ പവർ കിട്ടുമോ വെറും ഇങ്ങനെ റബി റബി എന്ന് പറയുമ്പോ? അപ്പൊ എന്താ ഇയാൾ കഥല്ല. അറബി അയിന് കൂടുമ്പോഴാണ് ഈ പദത്തിന് പവർ. ഒന്ന്. രണ്ടാമത്തത് അഹമ്മദ് എന്നതിൽ മീമ് കൂടുമ്പോഴല്ലേ അഹമ്മദ് ആവുള്ളൂ. പിന്നെ അത് പ്രത്യേകം പറയേണ്ടതുണ്ടോ? അതുപോലെ തന്നെ അറബി എന്നിടത്ത് അയിന് കൂടുമ്പോഴല്ലേ അറബി ആവുള്ളൂ. പിന്നെ അത് പറയേണ്ടതുണ്ടോ? അത് കിതാബ് പോലും നോക്കണ്ടേ? സാധു കിതാബുകൾ എടുത്താൽ ഇസ്ലാമിന്റെ ഏത് കിതാബിലും ദർസ് എല്ലി കൊടുക്കുന്ന ഉസ്താദുമാർക്ക് പറയേണ്ടതില്ല. ബിൽ ഗൈനിൽ മുഅ്ജമത്തി കാണാ കിതാബിൽ. എന്താ, ഇത് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, ഇത് തഫ്സീറാണ്. ബിൽ ഗൈനിൽ മുഅ്ജമത്തി, പുള്ളിയുള്ള കൈന് കൊണ്ട്. എന്താ ഈ പുള്ളിയുള്ള കൈ? പുള്ളില്ലാത്ത കൈനുണ്ടാവും? മുതാലിബുകൾക്ക് അറിയാം. ബിൽ ഗൈനിൽ മുഅ്ജമത്തി, പുള്ളിയുള്ള കൈന് കൊണ്ട്. പുള്ളില്ലാത്ത കൈനുണ്ടാവോ? എന്താ ബിസാഇൽ മുസല്ലസത്തി, 3 പുള്ളിയുള്ള സാഹ് കൊണ്ട്. 3 പുള്ളില്ലാത്ത സാഹ് ഉണ്ടാവോ? പിന്നെ വല്ല കഥയും വേണ്ടേ സഹോദരന്മാരെ? അറബി അക്ഷരങ്ങളെ കുറിച്ചോ കിതാബുകളെ കുറിച്ചോ ഇബാറത്തുകളെ കുറിച്ചോ ഒരു പിടിപാടും ഇയാൾക്കില്ല. കാരണം സ്കൂളിൽ LP കുട്ടികൾക്ക് ABCD ഇത് പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ എങ്ങനെ ഈ വല്ല കഥയുണ്ടാവുമോ? ഇതൊക്കെ അറബി കിതാബ് നോക്കിയാലേ ചങ്ങാതി തിരിയുള്ളൂ. എന്നിട്ട് വലിയ കുടുകുട്ടിയെ ചിരിക്കുക മൂപ്പര്. മീമില്ലാത്ത അഹമ്മദ് ഉണ്ടാവോ? പിന്നെ എന്താ ഈ പറഞ്ഞത്? അതിനില്ലാത്ത അറബി ഉണ്ടാവോ? സാധുവോ, എന്താ ഞാൻ വിളിക്കേണ്ടത്? എന്റെ കയ്യിൽ മലയാളത്തിൽ വാക്കുകളില്ല. ബിൽ ഐനിൽ മുഹ്മലത്തി, പുള്ളില്ലാത്ത അയിന് കൊണ്ട്. പുള്ളില്ലാത്ത തന്നെയല്ല അയിന്, പിന്നെ പറയേണ്ടതുണ്ടോ? അത് പറയേണ്ടി വരും ചിലപ്പോ. എന്നതുപോലെ ഇവിടെ അത് പറയേണ്ടി വന്നത് എന്താ? അത് അഹമ്മദ്, ഞാൻ അഹദല്ല അഹമ്മദാണ്. ആ അഹദ് എന്ന് പറയുന്ന 3 അക്ഷരങ്ങൾ ഹറക്കത്തല്ല. ഈ അക്ഷരങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞ അഹദിലുണ്ട്. അഹമ്മദ് എന്ന് പറയുമ്പോ അതിലും ഉണ്ട്. പക്ഷെ അത് മാത്രല്ല, പുറമെ ഒരു മീമ് കൂടി ഉണ്ട് ഞാൻ കേട്ടോ. അപ്പൊ എനിക്ക് ആ അഹദ് അള്ളാഹുവിൻ്റെതാ പ്രത്യേകതയും വിശേഷണവുമായ അഹദല്ലേ, അതിൽ മീമ് കൂടിയിട്ടുള്ള പവറുള്ള ആളാണ് ഞാൻ. ഏറ്റവും സ്തുതിക്കുന്നവനായ ഹംദ് ചെയ്യുന്നവൻ എന്ന ഖ്യാതിയുള്ള ആളാണ് ഞാൻ. ഇതാ അതിന്റെ അർത്ഥം. അതിനാ മീമ് കൊടുത്തത്. അതിനെന്ത് ഇയാൾക്ക് എന്ത് മീമ്, എന്ത് കൈന്, എന്ത് മുഴച്ചമ്മത്ത്, ഇതൊന്നും തിരിയില്ല സാധുവിന്. എന്നിട്ട് ഇങ്ങനെ പറയാം. എന്നിട്ട് മൂപ്പർ അതിന് തെളിവ് പറഞ്ഞ എന്താ തരിക? അതാ രസം. എന്താ തെളിവ്? മൂപ്പർ നിങ്ങളെ സറന്ദീപ് മൗലിദിലുണ്ട്. എന്താ സറന്ദീപ് മൗലിദിൽ എന്താ കേട്ടോളി.
അതെന്താത്രയുള്ളത് മൂപ്പര് വെക്കുക അറബ എന്നതിൽ നിന്ന് അയിന് പോയിട്ട് റബ്ബ് നായി. എങ്ങനെയുണ്ട്? അറബ എന്നതിന് അയിന് പോയ റബ്ബ് എന്നാ കിട്ടുക? ഇയാൾ ഈ ദുർവ്യാഖ്യാനം ഈ സറന്ദീപ് മൗലിദ് വായിച്ച അർത്ഥം വെക്കാൻ ഞാൻ ഈ പറഞ്ഞ ഹനീഫ കായക്കൊടി എന്ന മൗലവി വെല്ലുവിളിക്കുന്നു. കഴിയോ നിങ്ങൾക്ക്? മൗലവി അതിൽ പറഞ്ഞ അതൊന്നും അല്ല, അത് കിതാബിന്റെ ലഫ്ളിന്റെ ഇബാറത്തിന്റെ അർത്ഥം വെക്കണം. ഇയാളോട് എന്നിട്ട് അർത്ഥം വെക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അറബ എന്നതിന് അയിന് പോയ റബ്ബ് എന്നാവും. ആ റബ്ബ് എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് സറന്ദീപ് മൗലിദിലുണ്ട്. അപ്പൊ ഈ സാധു പറഞ്ഞത് റബി എന്നതിൽ നിന്ന് തന്നെ അതിന് പോയിട്ട് റബ്ബ് എന്ന് കിട്ടുന്നില്ല. എന്നിട്ട് പറയാം അറബ എന്നതിൽ നിന്ന് അതിന് പോയാലും റബ്ബ് എന്നാവൂത്തരെ. എന്നാ മഹാസാധുവോ ഈ പറഞ്ഞതിന്റെ അർത്ഥം അതൊന്നും അല്ല. എന്താ ഞാൻ പറയണില്ല, കാരണം ഞാനല്ലല്ലോ ഇവിടെ ഉദ്ധരിച്ചത് മൗലവിയാ. മൂപ്പരതിന്റെ അർത്ഥം വെക്കട്ടെ. എന്താണ് ഈ പറഞ്ഞത്? അതിന്റെ അർത്ഥം ഈ സാധു കരുതിയതാണോ? അതുപോലെ തന്നെ വെക്ക് അർത്ഥം എടുത്ത പ്രാവശ്യം എന്നിട്ടൊന്ന് അർത്ഥം വെക്ക്. എനിക്കൊന്ന് കേൾക്കാനും ഒന്ന് ചിരിക്കാനും താല്പര്യമുണ്ട്. അതിന്റെ അർത്ഥം ഒന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ ആശയിൽ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നൊന്ന് വിശദീകരിക്കണം. സഹോദരന്മാരെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇയാള് വെറുതെ ദുർവ്യാഖ്യാനിക്കുകയാണ്. ഒരു പറഞ്ഞ അബദ്ധത്തിൽ കുടുങ്ങി സക്കരിയ തന്നെ വിളഞ്ഞിയിലൊട്ടിയ ഈച്ചന്റെ മതി അതിൽ കടന്നിട്ട് കിടന്ന് കെട്ടിമറിയ. ഇയാൾ ഈ മാല പാടി കുടുങ്ങിയതാ. പിന്നെ ഈ പാപഭാരം ഏറ്റെടുത്ത് എന്തിന് നാറണം? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. വിഡ്ഢിത്താണ്. KG ക്ലാസ്സിലെ കുട്ടികളെ വിവരം പോലും ഇല്ല. ഹനീഫ കായക്കൊടി സക്കരിയ സലാഹി എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ മൂപ്പര് പറയാ, ഞാൻ പറഞ്ഞിരുന്നു അത് അവിടെ അസ്ലിൽ അങ്ങനല്ല. പഴയകാല മൗലിദ് കിതാബ് നോക്കിയാ കാണാ നീ മറ്റ അഹമ്മദ് അയിനറ്റ അറബി എന്നല്ല. അത് മുജാഹിദുകളുടെ ആമിറുൽ ഇസ്ലാം ലിത്തോ പവർ പ്രസ്, തിരൂരങ്ങാടി അൽ മുർഷിദ് പ്രസ്, അതിൽ നിന്നൊക്കെ അച്ചടിച്ച് വരുന്നതിലുള്ള തെറ്റുകളാണ്, മുജാഹിദുകൾ നടത്തുന്ന കൃത്രിമങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവിടെ യഥാർത്ഥത്തിലുള്ളത് എങ്ങനെ? മീമുറ്റ അഹമ്മദാണ്. അതായത് മീമുള്ള അഹമ്മദ് എന്നാണ് ഞാൻ, അയിനുള്ള അറബിയാണ് ഞാൻ. മീമുറ്റ അഹമ്മദ് ഞാനെന്ന് ചൊന്നോവർ വീണ്ടും അയിനുറ്റ അറബി ഞാനെന്നോവർ. അങ്ങനെയാണ് വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ മൂപ്പർ അത് ഗണ്ണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്താണെന്നറിയോ? അങ്ങനെയല്ല, അത് ഞാൻ വെറുതെ പറയല്ല. നിങ്ങളുടെ മർക്കസിലെ മുദരിസ് അബ്ദുൽ അസീദ് സഖാഫി പ്രകാശനം ചെയ്ത മൗലിദ് കിതാബിലുണ്ട് മീ മറ്റാന്നുണ്ട്, അതുപോലെ തന്നെ അയിനറ്റ എന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കത് നമുക്ക് ഭാരം തന്നെ, നമ്മൾ ഏറ്റെടുക്കണം അത് എന്നുള്ളടത്തോളം. ഇതെന്താ സംഗതി എന്നറിയോ? തിരൂരങ്ങാടി ബുക്ക് സ്റ്റാളാണെന്ന് ഞാൻ ഓർക്കുന്നു. അവരൊരു മൗലിദ് കിതാബ് അച്ചടിച്ച് കൊണ്ടുവന്നിട്ട് ഇയാളെ കയ്യിൽ ഒരു മൂലയരെ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കാതെ കരുതി നിങ്ങൾ ഇതൊന്ന് പ്രകാശനം ചെയ്യാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അയാൾ പ്രകാശനം അയാൾ കൊണ്ടുവരികയാണ്. ഇതാ എത്ര 333 500 എത്രയോ വകയാണ്, കുറേ വക ഉണ്ട്. ആ ഒന്ന് ഇതാ പ്രകാശനം ചെയ്യുന്നു. അതാ പ്രകാശനം ചെയ്ത് മൂപ്പരെ ഏറ്റെടുത്തു, റെക്കോർഡ് ചെയ്തു, അത് ഫോട്ടോ എടുത്തു, പത്രത്ത് കൊടുത്തു. ഇതാണ്. അപ്പൊ അതുകൊണ്ട് അതിലുള്ള തെറ്റുകളൊക്കെ ആരെ ഏറ്റെടുക്കണം? അസീസ് സഖാഫി സുന്നികളും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ ഇയാളെ തലന്റെ ഉള്ളിൽ എന്താണ് നിങ്ങൾ ചിന്തിക്കുക? അല്ല സഹോദരന്മാരെ, നമ്മളിപ്പോ എന്തെല്ലാം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാറുണ്ട്, ആരെ കൊണ്ടൊക്കെ പ്രകാശനം ചെയ്യിപ്പിക്കാറുണ്ട്. ആ പ്രകാശനം ചെയ്യിപ്പിക്കുന്ന പുസ്തകത്തിലുള്ള അച്ചടി പെശകുകളും തകരാറുകളും ഒക്കെ ഈ പ്രകാശനം ചെയ്യുന്ന ആള് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാല്, ഓന്റെ കായക്കൊടിയെ മലയാളത്തിലല്ലേ നീ ജീവിക്കണത്, കേരളത്തിലല്ലേ? എനിക്ക് അതാ ചോദിക്കാതെ. എന്തൊരു വിഡ്ഢിത്താണ്. ഒരു പ്രകാശനം ചെയ്യുന്ന ആള് എന്നോട് ഇത് പ്രകാശനം ചെയ്യും. അപ്പൊ ഞാനിതൊക്കെ പാടെ തല മുതൽ 1000-800 പേജുകൾ ഇതെല്ലാം കൂടി വായിച്ചു, തല മുതൽ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു. ഓ ശരിയാണ്, ഇതിലൊരു തെറ്റുമില്ല, എന്നാ ഞാൻ പ്രകാശനം ചെയ്യാം. അങ്ങനെ അയാൾ പ്രകാശനം ചെയ്യാൻ എവിടുന്ന നിങ്ങൾ? അതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഹുസ്നുൽ വെക്കും നല്ല വിചാരം. എന്താ മൗലിദ് കിതാബല്ലേ, തകരാറൊന്നും ഉണ്ടാവൂല എന്ന് കരുതി പ്രകാശനം ചെയ്യാം. ഈ അച്ചടി പ്രിന്റിംഗ് പ്രശ്നമൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. മുജാഹിദിന്റെ ബുക്കിലുണ്ടാവും, മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയിലുണ്ടാവും, സുന്നിയുടെ ബുക്കിലുണ്ടാവും. അത് ആരും കുറ്റപ്പെടുത്താനില്ല. എന്നിട്ട് അത് വലിയ സംഗതിയായിട്ട് അയാൾ പ്രകാശനം ചെയ്തു എന്നതുകൊണ്ട് അത് മൊത്തം സുന്നികൾ ഏറ്റെടുക്കണം, അതിലുള്ള തെറ്റുകൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ കുട്ടികളോട് വരെ പറയരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ആ LP സ്കൂളിലെ കുട്ടികളുണ്ടല്ലോ മൂപ്പര് പഠിപ്പിക്കണം, അവരോട് വരെ പറയരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ആ കുട്ടികൾക്ക് ഇത് തിരിയണ കുട്ടികളാണ്. സുന്നികളോടും ജനങ്ങളോടൊന്നും പറയാൻ പറ്റൂല, ബുദ്ധിയുള്ള ആളുകളോടൊന്നും പറയാൻ പറ്റൂല. ഈ ചെറിയ പിഞ്ചു കുട്ടികളുണ്ടല്ലോ മുജാഹിദിന്റെ
ഈ മൗലവി പഠിപ്പിക്കുന്ന സ്കൂളിലുള്ള ചെറിയ കുട്ടികൾ അവരോട് വരെ ഇത് പറയാൻ പറ്റൂലെന്നാ എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ആ ജാതി വിഡ്ഢിത്തം പറയരുത്. പിന്നെ ഇയാൾ പറഞ്ഞു, ഞാൻ ചെയ്ത വലിയൊരു കളവ്, ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞ വലിയൊരു കളവുണ്ടെന്ന. എന്താണത്? അലവി സക്കാഫി പറയുന്നു, അൽമനാറിൽ സുന്നികളെ കൊല്ലണം എന്ന് അൽമനാറിലുണ്ട് എന്ന് അലവി സക്കാഫി പറഞ്ഞിട്ടുണ്ട്. അയാൾ പറയാ, അതുകൊണ്ട് അങ്ങനെ അതിലില്ല. സഹോദരന്മാരെ, എന്നാ അതിന്റെ യാഥാർത്ഥ്യം എന്താ? ഞാൻ പ്രസംഗം കേൾപ്പിച്ചുതരാം, ഞങ്ങൾ ആ വസ്തുത മനസ്സിലാക്കാൻ വേണ്ടിയാ. മുജാഹിദിന്റെ അൽമനാറാണിത്. ഈ അൽമനാറിൽ എന്നുള്ളത് എന്താണെന്നറിയോ നിങ്ങൾ? 1981 ഒക്ടോബർ ലക്കത്തിലിറങ്ങിയ അൽമനാറിൽ നേർച്ചകൾ എന്ന പേരിൽ ഒരു ലേഖനുണ്ട്. ഇതിൽ പറയുന്നത് എന്താ? ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴി പിഴച്ചവനുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശിരിക്കും ആയിരിക്കും. ജാറങ്ങളിൽ മക്ബറകളിൽ പോവുക, നൂറുദ്ദീൻ ഷെയ്ഖിന്റെ മക്ബറയിൽ പോവുക, പുത്തമ്പള്ളിയിൽ പോവുക, മമ്പറത്ത് പോവുക, അവിടേക്ക് വല്ലതും സംഭാവന ചെയ്യുക, അതുകൊണ്ട് നേട്ടണ്ട് എന്ന് വിശ്വസിക്കുക. ഇങ്ങനെ ചെയ്താൽ അവൻ അവിശ്വാസിയാണ്, കാഫിറാണ്, മുശിരിക്കാണ്. എന്നിട്ട് പറയുന്നു, അവനെ കൊല്ലൽ നിർബന്ധമാകുന്നു. ഇത് മുജാഹിദിന്റെ അൽമനാറാണ്, ഒറിജിനൽ കോപ്പിയാണ്. ഇത് വായിച്ചു ഞാൻ പറയുന്നു ഇതിന്റെ ആശയം എന്താ? ഈ കർമ്മം ചെയ്യുന്ന ആളുകൾ, അതായത് ഖബറിൽ പോവുക, അവിടെ നിന്ന് നേർച്ച നേരുക, സംഭാവന കൊടുക്കുക, അതുകൊണ്ട് ഗുണമുണ്ട് എന്ന് വിശ്വസിക്കുക. ഇത് ചെയ്യുന്നത് മുജാഹിദ സുന്നികളാ? നിങ്ങൾ പറയും, ഇതാരാ ചെയ്യല്? സുന്നികളായ നമ്മളാ ഇത് ചെയ്യാറുള്ളത് അല്ലേ? അതുകൊണ്ട് സുന്നികളായ നമ്മളെ കൊല്ലണം, ഇതാണല്ലോ ഇതിന്റെ അർത്ഥം. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോഴേ പറഞ്ഞു, സുന്നികളെ കൊല്ലണം, അതായത് ഖബറുകൾക്ക് നേർച്ച നേരുന്ന ഈ കർമ്മങ്ങൾ ചെയ്യുന്നവരെ കൊല്ലണം എന്ന്, അതായത് എന്ന ഒരു വിശദീകരണത്തോടെയാണ് ഞാനിത് വായിച്ചതും പറയുകയും ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അയാൾ പറയാ സുന്നികളെ കൊല്ലണം എന്നതിലില്ല. നോക്കങ്ങള് എന്താണ് ഇപ്പൊ അതിലെ യാഥാർത്ഥ്യം? അപ്പൊ ആ പദത്തും അങ്ങനെ കടന്ന് പിടിക്കാന്നല്ലേ? കേട്ടോളൂ, അയാൾ പറയുന്നത് കേട്ടോളൂ. മുജാഹിദുകൾ ഭീകരവാദികളാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യം എന്താ? മുജാഹിദുകൾ സുന്നികളെ കൊല്ലണം എന്ന് പറഞ്ഞവരാണ്. മുജാഹിദുകൾ സുന്നികളെ കൊല്ലണമെന്ന് പറഞ്ഞവരാണ്. കേട്ടോളൂ നിങ്ങൾ അലവി സക്കാഫി പറയുന്നത്. സഹോദരന്മാരെ, കഴിഞ്ഞില്ല. സുന്നികളായ അതായത് മഹാത്മാക്കളുടെ മക്ബറകൾ, ജാറങ്ങൾ, അവിടെ പോയി സിയാറത്ത് ചെയ്യുകയും അവിടേക്ക് വല്ലതും സംഭാവന നൽകുകയും ചെയ്യുന്നവരെ കൊല്ലണമെന്ന് മുജാഹിദ് പറയുന്നു. അൽമനാറാണ് എന്റെ കയ്യിൽ. അക്കയ്യിലുള്ള അൽമനാറിൽ സുന്നികളായ ആളുകളെ കൊല്ലണമെന്നില്ല. ആ അൽമനാറിൽ, അലവി സക്കാഫിയുടെ കയ്യിലുള്ള അൽമനാറിലല്ല. അൽമനാർ ഇറങ്ങാൻ തുടങ്ങിയത് മുതൽ ഈ മാസത്തെ അൽമനാർ വരെയുള്ള ഏതെങ്കിലും ഒരു അൽമനാറിന്റെ ലക്കത്തിൽ ഞാൻ ആവർത്തിച്ച് നിങ്ങളെ കേൾപ്പിച്ചല്ലോ, സുന്നികളായ എന്ന പദം സുന്നികളായ ആളുകളെ കൊല്ലണം എന്ന് വന്നിട്ടില്ല. സുന്നികളായ ആളുകളെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ ഉള്ളത്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഒരു നിലപാട് ഈ അൽമനാറിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപിഴച്ചവനുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴിതുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴിതുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവർ അവിശ്വാസിയും മുശ്രിക്കുമായിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ് എന്നിതിലുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ സുന്നികളെ മുഴുവൻ കൊല്ലണം എന്നാ. കേട്ടില്ലെങ്കിൽ? അപ്പൊ അങ്ങനെ സുന്നികളെ കൊല്ലണം എന്നുള്ള ലഫ്ള് ഇതിലില്ല. മൂപ്പര് രക്ഷപ്പെട്ടു. സുന്നികൾ എന്നില്ല. അലവി സക്കാഫി വായിച്ചതിലുമില്ല, അല്ലാത്തിലുമില്ല. കണ്ടോളികൾ, എന്താണ് വളരെ മുടിനാരിഴക്ക് രക്ഷപ്പെട്ടു അറിയില്ലെങ്കിൽ അതാണ് ഇവിടെ സംഭവിച്ചത്. ഞാനത് പറഞ്ഞല്ലോ. സുന്നികൾ അതായത് ഈ പറഞ്ഞ കർമ്മങ്ങൾ ചെയ്യുന്നവർ. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ട്, മറ്റത് ചെയ്യുന്നത് പുണ്യമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മക്ബറയിലേക്ക് പോകുന്നത് സുന്നികളാണോ മുജാഹിദുകളാണോ പറയുന്ന ഞങ്ങൾ? ഇത് മുജാഹിദുകൾ ചെയ്യുന്ന പരിപാടിയാ? എന്താ ഇയാൾ ഈ പറയുന്നത്? സുന്നികളായ നമ്മൾ ചെയ്യുന്ന പരിപാടിയാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സുന്നികളായ നമ്മളെ കൊല്ലണം എന്ന് തന്നെയാണ്. ഇത് ആർക്കാ തിരിയാത്തത്? ഇത് തിരിയണമെങ്കിൽ അല്പം ഭക്ഷണം കഴിക്കണം എന്നൊരു നിബന്ധന മാത്രമേ ഉള്ളൂ, വേറൊരു നിബന്ധനയില്ല. ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഇത് തിരിയും. ഒന്ന്, ഞാനതിന്റെ ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരാം. ഒന്ന്. രണ്ടാമത്, ഇയാൾ പറഞ്ഞൊരു നുണ. ഇത് ഇബ്നു തൈമിയ്യയുടെ ഒരു നിലപാട്, അത് വിശദീകരിച്ചതാണ്. ഇബ്നു തൈമിയ്യ
തൈമിയ അങ്ങനെ എഴുതി, അത് വിശദീകരിച്ചതാണ്. അതും നുണ. എന്തുകൊണ്ട്? ഇബ്നു തൈമിയുടെ നിലപാട് വിശദീകരിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. പിന്നെയോ ഇബ്നു തൈമിയ പറഞ്ഞത് എഴുതിയതിന് ശേഷം പിന്നെ ഇയാൾ അൽമനാർ എഴുതിയ മൗലവി ഇബ്രാഹിം മൗലവിയ, അയാൾ എഴുതുന്നത് എന്താ കേട്ടോളൂ. ഖബറാരാധനയെ സംബന്ധിച്ച അദ്ദേഹത്തിന്റെ ശക്തിയായ നിലപാട് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ശുദ്ധമായ ഇസ്ലാമിക തൗഹീദാകുന്നു. അതായത് ഇങ്ങനെ കൊല്ലണം എന്ന് പറഞ്ഞ ഈ നിലപാടുണ്ടല്ലോ, അത് ശുദ്ധമായ തൗഹീദാകുന്നു. ശുദ്ധമായ പന്നിമാംസം എന്ന് കേട്ടിട്ട് നിങ്ങൾ എന്നതുപോലെ ഇത് ശുദ്ധമായ തൗഹീദാകുന്നു. ഇതാ നമ്മൾ എതിർക്കുന്നത്. എന്നിട്ട് ഇത് ഈ ഭൗതിഭാവം കാട്ടുവെച്ചുകൊണ്ട് കള്ളത്തരം കാട്ടിക്കൊണ്ടല്ലേ ഈ മൗലവി ഇവിടെ പ്രസംഗിച്ചത്. എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ഇതുകൂടി പറഞ്ഞിരുന്നു. വെറും ഇബ്നു തൈമിയുടെ വരി വായിക്കുകയല്ല, ഇത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് മുജാഹിദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇത് തൗഹീദ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മൂടി വെച്ചിട്ട് മൂപ്പര് പറഞ്ഞ എന്താ, ഇതിപ്പോ ഇബ്നു തൈമിന്റെ ഒരു നിലപാട് എഴുതിയതാണ്. പെരുങ്കള്ളാന്നാ ഇയാളെ വിളിക്കേണ്ടത്. ചെറിയ നിലക്കൊന്നും വിളിച്ചാ പോരാ. പക്ഷെ ഇപ്പൊ ഞാൻ വിളിക്കണില്ല, ഇപ്പൊ തന്നെ വിളിക്കണില്ല. കുറച്ചുകൂടി 2 ദിവസം കഴിയാതെ നമുക്ക് ഇനി വിളിക്കേണ്ടി വരും. അങ്ങനെ ഇയാളെ വിളിക്കേണ്ടത്. കേട്ടോളൂ നിങ്ങൾ, ഞാൻ പറഞ്ഞ ക്ലിപ്പുകൾ കേട്ടോളൂ. സുന്നികളായ അതായത് മഹാത്മാക്കളുടെ മഖബറകൾ കണ്ടോ, ഞാൻ വിശദീകരിക്കണം. ഇത് നമ്മളിടുന്ന ക്ലിപ്പാ, അത് ഞാൻ 2 വട്ടം ആവർത്തിച്ചതാ. സുന്നികളായ അതായത് മഹാത്മാക്കളുടെ മഖബറ പോകുന്ന, സുന്നികളായ അതായത് മഹാത്മാക്കളുടെ മഖബറയിൽ പോകുന്ന, അങ്ങനെ ഞാൻ പറയണത്. അത് ഇയാൾ മൂടി വെക്കുകയാണ്. കേട്ടോളൂ. സുന്നികളായ അതായത് മഹാത്മാക്കളുടെ മഖബറകൾ, ജാറങ്ങൾ, അവിടെ പോയി സിയാറത്ത് ചെയ്യുകയും നൽകുകയും ചെയ്യുന്നവരെ കൊല്ലണമെന്ന് മുജാഹിദ് പറയുന്നു. അൽമനാറാണ് എന്റെ കയ്യിൽ. എന്താ ഞങ്ങൾക്കുള്ള തകരാറ് എന്നാ പറഞ്ഞത്? നിങ്ങളെ വിദ്യാർത്ഥ ഞാൻ എണ്ണുന്നത്. ഞാൻ വായിക്കാം. ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴി പിഴച്ചവനുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ആവശ്യപൂർണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കുമായിരിക്കും. നമ്മൾ പറയാ നൂറുദ്ദീൻ ഷെയ്ഖിന്റെ മഖബറയിൽ പോവുക, അവിടെ പോയാൽ ഗുണമുണ്ട് എന്ന് വിശ്വസിക്കുക, അവിടേക്ക് സംഭാവന ചെയ്താൽ അതുകൊണ്ട് ഫലമുണ്ട് എന്ന് വിശ്വസിക്കുക. ഇങ്ങനെ ചെയ്താൽ അവൻ കാഫിറാണ്, അവിശ്വാസിയാണ്, മുശ്രിക്കാണ്. അവനെ കൊല്ലൽ നിർബന്ധമാകുന്നു. കൊല്ലൽ നിർബന്ധമാണ്. പറയണം, നിങ്ങൾ വിശദീകരിക്കണം. നിങ്ങളെ വിദ്യാർത്ഥി എന്താണെന്നാണ് നിങ്ങൾ ചോദിച്ചത്. എന്നിട്ട് പറയുന്നുണ്ടോ, ഈ എഴുതിയതിനെ കുറിച്ച് പറയുകയാണ്. ഖബറാരാധനയെ സംബന്ധിച്ച അദ്ദേഹത്തിന്റെ ശക്തിയായ നിലപാട് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ശുദ്ധമായ ഇസ്ലാമിക തൗഹീദാകുന്നു. ഇബ്നു തൈമിയുടെ ലേഖനം എഴുതിയതാ. അതിനെക്കുറിച്ച് മുജാഹിദിന്റെ മുഖപത്രം അൽമനാർ പറയാണ്, ഇത് യഥാർത്ഥ ശുദ്ധമായ തൗഹീദാകുന്നു. പറയൂ, നിങ്ങളെ ശുദ്ധമായ തൗഹീദാണ് ഇതെങ്കിൽ നിങ്ങൾ വിശദീകരിക്കണം. മുസ്ലിമീങ്ങളെ കൊല്ലൽ നിർബന്ധമാണെന്ന് പറയുന്ന ഈ വിശ്വാസമുണ്ടല്ലോ, ഇത് കടുത്ത വിദഅത്താകുന്നു. കേട്ടില്ലേ നിങ്ങൾ? ഇതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊക്കെ മൂടി വെച്ചുകൊണ്ട് നുണ പറയാം. പിന്നെ ഈ നുണക്കൊരു പ്രസക്തി ഇല്ലട്ടോ. എന്താന്ന് പറയാം, നേരത്തെ ബാലുശ്ശേരിയുടെ ക്ലിപ്പ് ഞാൻ കേടിച്ചു തന്നില്ലേ? എന്താ, പിഞ്ചു കുഞ്ഞുങ്ങൾ മഖബറയ്ക്ക് പോകണ്ട, നേർച്ച നേരണ്ട, മദ്രസയിലേക്ക് പോയാൽ മതി അല്ലേ? ആ കുട്ടിയുടെ കഴുത്ത് വരെ ഞെരിച്ചു കൊല്ലണം എന്ന് പറയണ ഇവര് പിന്നെ എന്തിനാ ഇപ്പൊ എതിർക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, അത് നമ്മൾ പറയാം, അത് പച്ചയായിട്ടല്ലേ നമ്മളെ വെച്ച് തന്നത്. പിന്നെ ഇത്ര വലിയ ഗൗരവത്തിൽ ഇത് നുണ പറഞ്ഞ് എതിർക്കേണ്ട, നിഷേധിക്കേണ്ട എന്ത് കാര്യമുള്ളത്? ഖബറിലേക്ക് പോകണ്ട, മഖബറയിലേക്ക് പോകണ്ട, നേർച്ച നേരണ്ട, ജാറത്തിലേക്ക് പോകേണ്ടതില്ല. പിന്നെ മദ്രസയിലേക്ക് പോകുന്ന പിഞ്ചു കുഞ്ഞിനെ ഖിദർ നബി ചെയ്ത മാതിരി കുട്ടിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലണം എന്ന് മുജാഹിദ് മൗലവി പറയുമ്പോ പിന്നെ ഈ നിഷേധത്തിന് എന്താ അർത്ഥമുള്ളത്? അപ്പൊ സുന്നികളെ കൊല്ലണം എന്നെ മുജാഹിദിന്റെ വിശ്വാസം. അത് വിശ്വാസം മാത്രല്ല, അവർക്ക് കഴിയുന്ന സന്ദർഭത്തിൽ കൊന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതല്ലോ. അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണം, ആ KC അബൂബക്കർ മൗലവി ഉഗ്രപുരം എന്ന് പറയുന്ന വലിയ മൗലവി എഴുതിയ ആ പുസ്തകത്തിൽ അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന പുസ്തകമാണ്. സുന്നികളുടെ പ്രസിദ്ധീകരണമല്ല, മുജാഹിദുകളുടെ പ്രസിദ്ധീകരണം. അതിൽ അവർ തന്നെ പറയുന്നത് എന്താ, വമ്പിച്ച ഒരു 10,000 വരുന്ന 10,000-ഓളം വരുന്ന വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു. എന്നിട്ടോ പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു.
എന്റെ കയ്യിലുണ്ട്, ഞാൻ വെറുതെ പറയല്ല. അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന മുജാഹിദിന്റെ EK മൗലവി എഡിറ്ററായ പത്രമാണ്. വഹാബി സൈന്യം മുസ്ലിമീങ്ങളെ സുന്നികളെ കൊന്നിട്ടുണ്ട്, നിഷേധിക്കാൻ നിൽക്കണ്ട, വെറുതെ പറഞ്ഞു കുടുങ്ങണ്ട മൗലവി, അബദ്ധവും കളവും പറഞ്ഞ് പെട്ടുപോകണ്ട, ഇതേ എനിക്ക് പറയാനുള്ളൂ. അൽ ഇത്തിഹാദാണ് എന്റെ കയ്യിൽ, നിഷേധിക്കാൻ കഴിയോ? നിങ്ങൾ മുസ്ലിമീങ്ങളെ കൊന്നിട്ടുണ്ട്, സുന്നികളെ കൊന്നിട്ടുണ്ട്, ആയിരക്കണക്കിന് സുന്നികളെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വലിയ വായിൽ പോയി നിഷേധിക്കാൻ നിൽക്കുക, അതിലൊന്നും ഒരു അർത്ഥമില്ല. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ സഹോദരന്മാരെ, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അതായത് അദ്ദേഹം എന്നെ കുറിച്ചൊരു വലിയ കളവ് പറഞ്ഞു. എന്താ? പ്രസംഗം തുടങ്ങത്തന്നെ അലവി സക്കാഫി കളവ് കൊണ്ട് അത് തുടങ്ങുന്നത് തന്നെ സക്കരിയ സലാഹിന്റെ പ്രസംഗത്തിൽ വരെ, ക്ലിപ്പിൽ വരെ അദ്ദേഹം തിരിമറി നടത്തിയ. എന്താ തിരിമറി? സക്കരിയ സലാഹി പ്രസംഗിച്ചു അത്രേ മഖ്ബറയെ കുറിച്ച്. മഖ്ബറയിൽ, അതായത് മഹാത്മാക്കളെ മഖ്ബറ പൊതുസ്ഥലത്താണെങ്കിൽ ജാറമുണ്ടാക്കുന്നത്, പൊതുസ്ഥലത്താണെങ്കിൽ ഹറാമ്, സ്വന്തം സ്ഥലത്താണെങ്കിൽ കറാഹത്ത്. അതന്നല്ലേ ഞങ്ങളും പറയുന്നത് എന്ന് സക്കരിയ സലാഹി പ്രസംഗിച്ചിരുന്നു കഴിഞ്ഞ തവണ. അപ്പൊ ഞാൻ അതിനെ വിമർശിച്ചു പറഞ്ഞു, അതാണോ ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള തർക്കം? പൊതുസ്ഥലത്താകുമ്പോ ഹറാമ്, സ്വന്തം സ്ഥലത്താകുമ്പോ അതാണ് നമ്മൾ തർക്കം. അല്ലല്ലോ, മഖ്ബറയും ജാറോ ഉണ്ടാക്കാൻ പറ്റൂലേന്നാ. അത് പൊതുസ്ഥലമായാലും വേണ്ടില്ല, അല്ലാത്ത സ്ഥലമാണെങ്കിലും വേണ്ടില്ല. ഉണ്ടാക്കൽ ശിർക്കും കുഫറുമാണ്, ഉണ്ടാക്കിയവൻ മുശ്രിക്കാണ്, പോയവൻ കാഫറാണ് എന്നാ മുജാഹിദ് പറയണത്. ഞങ്ങൾ പറഞ്ഞത് അല്ലാന്നുമാണ്. ഇതല്ലേ നമ്മൾ തമ്മിലുള്ള തർക്കം എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ അതിന് ഈ ഹനീഫ മൗലവി കായക്കൊടി പറയാണ്, അതാ സക്കരിയ സലാഹിന്റെ പ്രസംഗത്തെ കട്ട് ചെയ്തതാണ്. അങ്ങനെ അയാൾ സക്കരിയ സലാഹി പറഞ്ഞതിന്റെ ശേഷം അയാൾ വീണ്ടും വേറെയും പറയുന്നുണ്ട്, അത് അലവി സക്കാഫി കട്ട് ചെയ്തതാണ്. അപ്പൊ സക്കരിയ സലാഹിന്റെ ആ ഭാഗം, ആ പ്രസംഗങ്ങളുടെ ഭാഗം ഒന്ന് വെച്ചു കൊടുത്തു. ശാഫി മദ്ഹബുകാർ പറഞ്ഞ ചെറിയ മസല പ്രശ്നം ഞാൻ ചോദിക്കട്ടെ, എന്തായാലും പാടില്ല എന്നല്ലേ ഉള്ളത്? സ്വന്തം സ്ഥലത്ത് കറാഹത്ത്, സ്വന്തം സ്ഥലത്ത് ജായിസ് എന്നല്ലല്ലോ, അല്ലേ? സ്വന്തം സ്ഥലത്ത് ജായിസ് എന്നല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. സ്വന്തം സ്ഥലത്താണെങ്കിലും കറാഹത്താണ്, പൊതുസ്ഥലത്താണെങ്കിൽ, പൊതു ഖബർസ്ഥാനിലാണെങ്കിൽ ഹറാമാണ്. അതിനെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് കേട്ടില്ല? ഒന്നുകൂടി വെച്ചോടുത്ത്. അതന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നാ സക്കരിയ സലാഹി പറഞ്ഞത്. അതിനാ ഞാൻ പറഞ്ഞത്, അങ്ങനെ അല്ല നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പൊതുസ്ഥലത്താണെങ്കിൽ, പൊതു ഖബർസ്ഥാനിലാണെങ്കിൽ ഹറാമാണ്. അതിനെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതിനെ ഞാൻ പിടിച്ചത്. അതിനുശേഷം അയാൾ എന്ത് പറയുന്നുണ്ട്? ഷാഫി മദ്ഹബിൽ അത് തന്നെയാണുള്ളത്, അതും അയാൾ പറയുന്നുണ്ട്. കേട്ടോളൂ. എന്നാ സുഹൃത്തുക്കളെ, പൊതുസ്ഥലത്ത് ഹറാമ്, സ്വന്തം സ്ഥലത്ത് കറാഹത്ത് എന്ന ഷാഫി മദ്ഹബിനെ സംബന്ധിച്ച് ഞങ്ങളത് പറഞ്ഞു. പക്ഷെ ഞാൻ ഷാഫി മദ്ഹബിനെ സംബന്ധിച്ച് ഞങ്ങളത് പറഞ്ഞു. ഷാഫി മദ്ഹബിലും അങ്ങനെ ഉണ്ട്. ഇതാണ് ആ വിഷയം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അയാളെ പറഞ്ഞത്. അല്ലാതെ സക്കരിയ സലാഹിന്റെ ഭാഗം എനിക്ക് പൗതി കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇവിടെ ഇല്ല. ഇത് മനസ്സിലാക്കണം. വെറുതെ ഞാൻ കട്ട് ചെയ്തു, അലവി സക്കാഫി പ്രസംഗം കട്ട് ചെയ്തു പറയാൻ നല്ല സുഖമാണ്. കട്ട് ചെയ്തൊന്നും കാണുന്നില്ല. അപ്പൊ എന്തെങ്കിലും പറയാം, എന്നാ ജനങ്ങളെങ്ങനെ പിടിച്ചിരുത്താൻ കഴിയല്ലോ, മുജാഹിദ് കുഞ്ഞാടികളെ പിടിച്ചിരുത്താൻ കഴിയല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് അയാൾ പറയുന്നത്. പിന്നെ കഴിഞ്ഞ തവണ സക്കരിയ സലാഹി ഞാനും കൂടി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിരുന്നു, സ്വാതന്ത്ര്യ സമരത്തിൽ സുന്നികൾ എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു സമസ്തക്കാരുണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു സമസ്തക്കാരുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞെങ്കിലല്ലേ എനിക്ക് നിങ്ങളത് എതിരാവുള്ളൂ. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊടുന്നത് 1920-കളിലാണ്. 21 ശേഷം ആ 20 ശീലാപത്തിലെ ഹളയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സമസ്ത ഉണ്ടാകുന്ന 26-കളിലാണ്. സക്കരിയ സലാഹി തന്നെ സമ്മതിച്ച കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അന്നത്തെ സമരത്തിൽ സമസ്തക്കാരുണ്ടായില്ല. പക്ഷെ ഞങ്ങളെ സുന്നികളുണ്ടായിരുന്നു, സുന്നി പണ്ഡിതരുണ്ടായിരുന്നു, അതിൽ ആലി മുസ്ലിയാർ ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ പിറ്റേന്ന് ചോദിച്ചു, ആലി മുസ്ലിയാർ നിങ്ങളാളാണോ? അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങളാളാ? അപ്പൊ അയാൾ മറുപടി, ശരി തന്നെ, ആലി മുസ്ലിയാർക്ക് സുന്നി വിശ്വാസം ഉണ്ടായിരുന്നത്. പിന്നെ അയാൾ സമ്മതിച്ചു, കുംഭസരിച്ചു ഇവിടെ വന്നിട്ട് ഏത്തട്ടു സക്കരിയ സലാഹി. ഈ സാധു വന്നിട്ട് പിന്നെയും പറയുന്നത് എന്താ, നിങ്ങളാ ബ്രിട്ടീഷ് സമരത്തിൽ, സ്വാതന്ത്ര്യ സമരത്തിൽ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് പ്രസംഗിക്കുക. പക്ഷെ പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ അയാൾ ഒരു സത്യം തുറന്നു പറഞ്ഞു. എന്താണെന്നറിയോ? നമ്മളെ തർക്കം അതോടുകൂടി തീരും ചെയ്തു. ഈ സത്യം പറഞ്ഞതോടുകൂടി അയാൾ പറഞ്ഞു, സ്വാതന്ത്ര്യ സമരത്തിന് സുന്നികള് യഥേഷ്ടം പങ്കെടുത്തിട്ടുണ്ട് എന്ന് അയാൾ പറയാം. ഒന്ന് കേട്ടോളൂ, ഒന്ന് വെച്ചുകൊടുത്ത്. കേരള ജമിയത്തുൽ ഉലമയാണ് വിഷയം, കേരളത്തിലെ സുന്നികളല്ല വിഷയം. കേരളത്തിൽ സുന്നികളായിരുന്ന ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ആർക്കാണ് തർക്കം? പങ്കെടുത്തില്ല എന്ന് ആരാണ് പറഞ്ഞത്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷവും സുന്നി ആദർശം സ്വീകരിച്ചവരായിരുന്നു. തർക്കം തീർന്നല്ലോ, വിഷയം തീർന്നു അതോടുകൂടി. പിന്നെ അന്ന് സമസ്തക്കാർ പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ സമസ്ത രൂപീകരിച്ചിട്ടില്ലാത്ത കാലയളവിൽ എങ്ങനെ സമസ്ത പണ്ഡിതന്മാർ പങ്കെടുക്കുക?
921 സമസ്ത രൂപീകരിച്ചിട്ടില്ല. പിന്നെ അന്ന് സുന്നികളായ ആളുകൾ യഥേഷ്ടമുണ്ട്. അവരൊക്കെ പങ്കെടുത്തു യുദ്ധത്തിന്. ആരൊക്കെ? ആലി മുസ്ലിയാരും നേതാക്കളും കൂട്ടുകാരും പങ്കെടുത്തു. ഞാൻ കഴിഞ്ഞ തവണ വായിച്ചു, പുതുപൊന്നാനിയിൽ നടന്ന ഖിലാഫത്ത് സമ്മേളനത്തിൽ, ഉലമാക്കളെ സമ്മേളനത്തിൽ സമസ്തയുടെ ആദ്യകാല നേതാവ് പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ പങ്കെടുത്ത റിപ്പോർട്ട് കഥ ഞാൻ ആധികാരിക രേഖകൾ എടുത്തുദ്ധരിച്ച് ഇവിടെ വായിച്ചിരുന്നു. അപ്പൊ സമസ്ത രൂപീകരിക്കുന്നതിന് മുമ്പ് സമസ്തയുടെ നേതാക്കളായിട്ട് പിന്നീട് വന്നവരും അല്ലാത്തവരുമായ സുന്നികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അത് തന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഇല്ലാത്ത കാലത്ത് പിന്നെ ഓലെങ്ങനെ പങ്കെടുക്കുക? അപ്പൊ അതുകൊണ്ട് ആ തർക്കം അവിടെ വെച്ച് തീർന്നിട്ടുണ്ട്. വെറുതെ വഷളാകാൻ നിൽക്കേണ്ടതില്ല എന്നാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. മഹാത്മാക്കളായ ഔലിയാക്കൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ, ഖുർആനും സുന്നത്തും പഠിച്ച പണ്ഡിതന്മാർ, അവരൊക്കെ തന്നെയും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം ചോദിച്ച ഒരുപാട് ഉദ്ധരണികൾ ഞാൻ കഴിഞ്ഞ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ഈ പ്രസംഗം അതിന് മുമ്പത്തുള്ള പ്രസംഗത്തിൽ അതിനൊന്നും മറുപടിയില്ല. ആകെ സക്കരിയ സലാഹി പറഞ്ഞ മറുപടി എന്താ? നിങ്ങളെ പാട്ടും ബെയ്ത്തും ഒന്നും ഇവിടെ പറ്റൂല, പാട്ടും ബെയ്ത്തും പറഞ്ഞാ പറ്റൂല. അപ്പൊ എന്താ? അബൂ ഹനീഫ ഇമാം ഹബീബായ റസൂലുള്ളാഹിനെ വിളിച്ചു പറഞ്ഞു, യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദാ അർജൂ റിളാക വ അഹ്തമി ബിഹിമാക. നബിയേ, നേതാക്കളുടെ നേതാവായ നബിയേ, ഞാനിതാ അങ്ങയുടെ അരികിൽ വന്നിരിക്കുന്നു നബിയേ. എന്നെ നിങ്ങൾ നിരാകരിക്കരുത് നബിയേ. തങ്ങളുടെ പൊരുത്തം എനിക്കുണ്ടാവണേ നബിയേ. അബൂ ഹനീഫ ഇമാം റസൂലിനെ വിളിച്ച് സഹായം തേടുകയാണ്. ഇത് ശിർക്കാണോ കുഫറാണോ എന്ന് ചോദിച്ചു. അപ്പൊ മറുപടി എന്താ? നിങ്ങളെ പാട്ടും ബെയ്ത്തൊന്നും ഇവിടെ പറ്റൂല. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു, ചങ്ങാതി, പാട്ടിലും ബെയ്ത്തിലും ശിർക്ക് പറ്റുന്ന ഏതായത്തിലാണുള്ളത്, ഹദീസിലാണുള്ളത് എന്ന് ചോദിച്ചിരുന്നു. അതിനൊരു മറുപടിയില്ല. എന്നിട്ടിപ്പോ പറഞ്ഞതെന്താ? മഹാത്മാക്കൾക്ക് നിങ്ങൾ വിശ്വാസമില്ല, അതുകൊണ്ട് ഇത് മറുപടിയാവോ? പാട്ടും ബെയ്ത്തുമല്ലാത്ത എത്ര വിഷയങ്ങൾ ഞാൻ പറഞ്ഞു. ഇമാം ത്വബറാനി, ഇമാം ഇബ്നു ഹിബ്ബാൻ, ഇമാം ഇബ്നുൽ മുഖ്രി റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ ചെന്നുകൊണ്ട് യാ റസൂലല്ലാഹ് അൽ ജൂഅ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞത് ഞാൻ ഉദ്ധരിച്ചില്ലേ? പറയൂ നിങ്ങൾ, ഇത് പാട്ടല്ലല്ലോ, ബെയ്ത്തല്ലല്ലോ. റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫിന്റെ അരികിൽ ചെന്ന് പറയാണ്, എനിക്ക് വിശക്കുന്നുണ്ട് നബിയെ, ഭക്ഷണം വേണം. ശിർക്കാണോ കുഫറാണോ? ഇത് ചെയ്ത, ഇതിനെ അംഗീകരിച്ച ഇമാം ത്വബറാനിയും ഇബ്നുൽ മുഖ്രിയും ഇബ്നു ഹിബ്ബാനും ഒക്കെ മുശ്രിക്കാണോ കാഫിറാണോ പറയണം. ഇത് പാട്ടും ബെയ്ത്തും അല്ല. ബുഖാരിയിൽ 18 തവണയും മുസ്ലിമിൽ 31 തവണയും ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള മഹാനാണ് ഹാഫിദ് ഇബ്നുൽ മുൻകദിർ. താബഈ പ്രമുഖരാണ്. റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിച്ച കഥ നിങ്ങളുടെ നേതാവ് ഇതാ ഹാഫിദുൽ ദഹബിയാണ് പറയുന്നത്. ഇമാം നബവി റസൂലുള്ളാഹിനെ വിളിച്ച് ഖബറിന്റെ അരികിൽ ചെന്നുകൊണ്ട് ശഫാഅത്ത് തേടണം. ഇമാം നബവി പറഞ്ഞ മജ്മൂ എന്റെ കയ്യിലുണ്ട്. ഇമാം ഇബ്നു ഖുദാമ, നിങ്ങൾ നോക്ക്, വലിയ പണ്ഡിതന്മാർ ലോകത്ത് കഴിഞ്ഞ 100 അല്ല 100 പണ്ഡിതന്മാരെ എനിക്ക് നിന്നേടത്തുനിന്ന് പറയാൻ കഴിയും. ഞാൻ കുറെ എണ്ണം ഉദ്ധരിച്ചിരുന്നു. ശിർക്കാണോ കുഫറാണോ? അവരൊക്കെ മുശ്രിക്കാണോ കാഫിറാണോ? ഇത് പാട്ടും ബെയ്ത്തും അല്ലല്ലോ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പറയുന്ന അവരുടെ വാദം ശരിയല്ല, വങ്കത്വമാണ്. ലോകത്ത് കഴിഞ്ഞ പൂർവിക മുസ്ലിം പണ്ഡിതന്മാരും ഖുർആനും സുന്നത്തും പഠിച്ചവരൊക്കെ ആരംഭ റസൂലിനോട് ശഫാഅത്ത് തേടണമെന്നും ഇസ്തിഗാസ ചെയ്യണമെന്നും റസൂലുള്ളാഹിനെ ഖബറിൽ അരികിൽ വെച്ചുകൊണ്ട് വഫാത്തായ നബിയെ വിളിക്കണമെന്നും പഠിപ്പിച്ചവരാണ്. ഗൗസുൽ ആദം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പഠിപ്പിച്ചിട്ടുണ്ട്, ഇമാം ഗസാലി പഠിപ്പിച്ചിട്ടുണ്ട്, ഇബ്നു ഖുദാമ പഠിപ്പിച്ചിട്ടുണ്ട്, ഇമാം നബവി പഠിപ്പിച്ചിട്ടുണ്ട്, ഇബ്നു സബ്ബാഗ് പഠിപ്പിച്ചിട്ടുണ്ട്, മാവർദി പഠിപ്പിച്ചിട്ടുണ്ട്, ഇമാമുൽ ഹറമൈനി പഠിപ്പിച്ചിട്ടുണ്ട്. ലോകം കണ്ട എല്ലാ പണ്ഡിതരും ഉദ്ധരിച്ചിട്ടുണ്ട്. സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ കാണുന്ന എന്റെ മുമ്പിലിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഞാൻ വളരെ വൈകിയതുകൊണ്ട്, സമയം നഷ്ടപ്പെട്ടതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും പറയാം. പക്ഷെ പറഞ്ഞതിനൊരു മറുപടി വേണ്ടേ? എങ്കിലല്ലേ ഈ പുതിയത് പറയുന്നതിൽ അർത്ഥമുള്ളൂ. ഇവരൊക്കെ മുശ്രിക്കാണോ കാഫിറാണോ? ഇതൊന്നും പാട്ടും ബെയ്ത്തും അല്ല, ഇതൊന്നും പാട്ടല്ല ബെയ്ത്തല്ല. മൗലവിമാരിത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് പൂർവികർ പഠിപ്പിച്ച പാതയിൽ നമ്മളെല്ലാവരും അടിയുറച്ച് നിൽക്കുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്ന മഹാത്മാക്കളായ മഹത്തുക്കൾ ഔലിയാക്കൾ പഠിപ്പിച്ച പാതയിൽ മുറുകി ജീവിക്കുകയും ചെയ്യണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.